കാൽവരി ക്രൂശിൽ എന്റെ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിന്റെ മേൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം മനുഷ്യനല്ല, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തന്റെ ശരീരത്തിന്റെ മേൽ വഹിച്ചതിനാൽ ഒരു രോഗത്തിന്, ഒരു വേദനയ്ക്ക്, ഒരു രോഗശക്തിക്കോ, രോഗത്തിന്റെ ദുരാത്മാവിനോ എന്റെ മേൽ അവകാശമില്ല. ദിവ്യ ആരോഗ്യവും ദീർഘായുസോടിരുന്ന കർത്താവിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. ജാതികളുടെ നടുവിൽ എന്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എന്റെ പ്രജയമറിയും. എന്റെ തലമുറകളെ കാണുന്നവരൊക്കെ പറയും, യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിക്കുവാനും, രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും, ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും, അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വലിയ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന സിസ്റ്ററെ ഞാൻ കോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ബോഷ് കേൾക്കുന്നുണ്ടോ? ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ ദൈവത്തിന്റെ വലിയ മഹത്വം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്നതിനായി സ്തുതിക്കുന്നു. നമ്മൾ തുടർമാനമായിട്ട് ഈ ദിവസങ്ങളിൽ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണ് ധ്യാനിച്ചു വരുന്നത്. ഒത്തിരി എന്താ പറയുന്നത്, ആൾക്കാർക്ക് കൺഫ്യൂഷൻ കൊണ്ടുവരുന്ന രീതിയിലുള്ള ചില വാക്കുകൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആമേൻ. എന്നാൽ അത് കൺഫ്യൂഷൻ വരുന്നതല്ല, പകരം അവിടെയുള്ള ആളുകൾ അവരുടെ സ്വഭാവത്തിൽ നിന്നാണ് അങ്ങനെ ചില സംഭവങ്ങൾ വന്നിരിക്കുന്നത്. നമ്മുടെ ഇടയിൽ നമുക്കറിയാം, കൊരിന്ത്യർ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ പാപത്തിൽ രസിച്ച് അവിടുന്ന് മാനസാന്തരപ്പെട്ട് യേശുവിലേക്ക് വന്നവരാണ്. കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം നമ്മൾ വായിച്ചപ്പോൾ പറഞ്ഞു, ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരാണ്. എന്നാൽ അവർക്ക് ഒത്തിരി ഈ ബലഹീന സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. ഞാനിത് തുടക്കത്തിലെ പറയുവാൻ കാരണം, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവത്തിന്റെ ശുശ്രൂഷയെ തിരിച്ചറിയേണ്ട ഒരു വചനമാണ് നമ്മൾ അതിലേക്ക് പോകുന്നത്. അതിനായിട്ട് ഞാനൊരു വാക്യം എടുക്കാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 11-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ. 1 Corinthians 11:18 onwards. സിസ്റ്റർ ഞാൻ പറയുന്ന സിസ്റ്റർ അയച്ചൊന്ന് വായിച്ചാലും മതി, കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇവിടെ മുതൽ വായിക്കാം. ഇവിടെ കർത്താവിന്റെ വചനത്തിൽ പറയുന്നു, ഇനി ഞാൻ ആജ്ഞാപിക്കാൻ പോകുന്നത് ഒരാൾ നിങ്ങളെ പുകഴ്ത്തുകയില്ല. നിങ്ങൾ കൂടി വരുന്നതിനാൽ നമുക്കെല്ലാം നന്മയ്ക്കല്ല തിന്മയ്ക്കത്ര ഇടയാകും. നിങ്ങൾ വാക്ക് നോക്കുക. അപ്പോസ്തലനായ പൗലോസ് ലീഗ പറയുക, നിങ്ങൾ കൂടി വരുന്നത് നന്മയ്ക്കല്ല തിന്മയ്ക്കത്ര ഇടയാകുന്നു. അപ്പൊ ആദ്യം തന്നെ പൗലോസ് ലീഗ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്, നിങ്ങൾ എല്ലാവരും നന്മയായിട്ടല്ല വരുന്നത്, പകരം തിന്മയായിട്ടാണ്. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. തുടങ്ങിയത് ഇവിടുന്നാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഒന്നാമത് നിങ്ങൾ സഭ കൂടി വരുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നതകൾ ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. അടുത്ത വാക്യത്തിൽ പറഞ്ഞു, നിങ്ങളിൽ കൊള്ളാകുന്നവൻ വെളിവാകേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷമുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. You have divisions among you that which are approved may be made manifest among you. അടുത്ത വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിന്റെ അത്താഴമല്ല കഴിക്കുന്നത്. When you gather together, you're not having Lord's Supper. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോണം, ഇവിടെ ലോർഡ്സ് സപ്പർ ആണ് നമ്മുടെ വിഷയം, അഥവാ കർത്തൃമേശ, തിരുമേശ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. Our subject is Lord's Supper today.
അപ്പം ആദ്യം തന്നെ കേട്ടോണം, ഇത് പൗലോസ്ലീഹ പറയുമ്പോ തന്നെ സഭയിൽ ഭിന്നതയോടെ ഇടർച്ചയോടെ നിൽക്കുന്ന 90% ഒരു കൂട്ടം അവിടെയുണ്ട്. There are 90% of the people who are in divisions in the church. ഇനി ശ്രദ്ധിച്ചോണം, അപ്പൊ കർത്താവിന്റെ മേശയിലേക്ക് അവർ വരുവാണ്. They are coming to the Lord's table. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഭക്ഷണം കഴിക്കുകയിൽ ഓരോരുത്തൻ താന്റെ അത്താഴം മുമ്പേ കഴിക്കുന്നു, അങ്ങനെ ഒരുവൻ വിശന്നു, മറ്റൊരുവൻ ലഹരി പിടിച്ചുമിരിക്കുന്നു. Everyone taketh before the other. So one is hungry and one is drunken. അതായത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തിക്കുള്ളതാണ് കർത്താവിന്റെ മേശ. It's a saved and baptized person who should take the Lord's Supper. എന്നാൽ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, കർത്താവിന്റെ സഭയിൽ പള്ളിയിലേക്ക് ആളുകൾ ഒരു 10 ഉദാഹരണമായിട്ട് ഞാൻ 500 ആളുകൾ സഭയിൽ വരുവാന്നിരിക്കട്ടെ, 500 അല്ലെങ്കിൽ കൂടുതലുണ്ട്. Suppose 500 plus people are coming to a church. അവത്തിൽ ഒരു 400 പേര് Suppose 400 people. അവര് ആലയത്തിന്റെ അകത്തിരുന്ന് ആഹാരം കഴിക്കുക. Suppose they are eating inside the church. അവര് ഫുഡ് കൊണ്ടുവന്ന് അവർ അതിന്റെ അകത്തിരുന്ന് ആഹാരം കഴിക്കുന്നു. Suppose they bring their food and eat inside the church. മറ്റൊരാള് വിശന്നിരിക്കുക. Another person is so hungry. മറ്റൊരു വ്യക്തി ലഹരി പിടിച്ചിരിക്കുകയാണ്. Another person is so drunken. അപ്പൊ ഈ 3 കൂട്ടര് കൊരിന്ത്യ സഭയ്ക്കകത്തിരിപ്പുണ്ടേ. So these 3 kind of people are there inside the Corinthian church. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാര്, one set of people who are eating food, ആ കഴിക്കുന്ന ഭക്ഷണത്തെ നോക്കി വിശന്നിരിക്കുന്ന ആളുകൾ, and one set of people who are hungry, അടുത്ത ആൾക്കാരെ പറ്റി പറയുന്നു ലഹരി പിടിച്ചിരിക്കുന്ന ആൾക്കാര്, and another set who are drunken. 22ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നു, തിന്നാനും കുടിക്കാനും നിങ്ങൾക്ക് വീടില്ലയോ? 22 verse 22 says, don't you have houses to eat and drink in? ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി പോണം. ആരെങ്കിലും പള്ളിയിൽ പോയിരുന്നുകൊണ്ട് മദ്യപിച്ചോ അവിടെ പോയിരുന്ന ആഹാരം കഴിക്കുന്ന ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? Do we have anybody among us who goes to the church to eat and drink? ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ കൊരിന്ത്യ സഭയിൽ അങ്ങനെയുള്ള ആളുകളുണ്ട്. But there were such people who were in Corinthians church. അപ്പൊ ഇനി സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള ആളുകളെ കൂടെ ബന്ധപ്പെടുത്തിയാന്നുള്ളത് വേണം നിങ്ങൾ വായിക്കാൻ. So we should realize that we are going to talk about such people. അപ്പൊ പൗലോസ്ലീഹ കർത്താവിന്റെ മേശ ശുശ്രൂഷിക്കുന്നതിന് മുമ്പ് പറയുകയാണ്, തിന്നാനും കുടിക്കാനുള്ളവർ വീട്ടിലിരുന്നാ പോരെ. Before Lord's Supper, Paul says that don't you have houses to eat and drink? അല്ല, ദൈവത്തിന്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിക്കുന്നവരാണോ? Why should you despise the church of God? അടുത്ത വാക്ക്, ഇല്ലാത്തവനെ ലജ്ജിപ്പിക്കുന്നതാണോ? Why should you make that man ashamed who is no food? അപ്പോ പൗലോസ് പറയുകയാണ്, നിങ്ങളോട് എന്തു പറയുണ്ടു? നിങ്ങളെ പുകഴ്ത്തുകയോ? ഇതിൽ ഞാൻ പുകഴ്ത്തുന്നില്ല. What should I tell you? I can't praise you in this. കാര്യം 11 അധ്യായം വരെ അപ്പോസ്തലന്മാര് അവരെ കൂടുതൽ എൻകറേജ് ചെയ്ത് വന്നിട്ട് പൗലോസ് പറയാണ്, ഇവിടെ ഞാൻ നിങ്ങളെ പുകഴ്ത്തത്തില്ല. Until 11th chapter, he was praising all the disciples. അടുത്ത Here he says, praise you. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തതെന്തെന്നാൽ. 23rd verse says, what I received of the Lord and deliver unto you is. അടുത്ത വാക്യത്തിൽ പറയുന്നു, കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി കർത്താവ് അപ്പമെടുത്തു സ്വോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. Lord Jesus, on the same night in which he was betrayed, took bread and said, take, eat, this is my body. അടുത്ത വാക്യത്തിൽ പറയുന്നു, ആവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു, ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവരൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. Same manner he took the cup and said, this is the cup of the new covenant in my blood. Do this as often as you drink it. ആ വാക്യം ഒന്ന് ഒന്നുകൂടെ വായിക്കാം. ആവണ്ണം തന്നെ കഴിഞ്ഞ ശേഷം ഈ പാനപാത്രം. After the same manner also he took the the cup. same manner, ആ വാക്കുകൊണ്ട് the same manner എന്താ അതിന്റെ അർത്ഥം? same manner. Likewise. നോക്കുക,
ഇവിടെ ഈ വാക്ക് നിങ്ങൾ ഓർത്തോണം, സെയിം മാനർ. അതായത് കർത്താവ് ആ പാനപാത്രം എടുത്തിട്ടത്തിൽ ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. He said, "Do this in remembrance of me." നിങ്ങൾ ഈ വാക്യം മറക്കരുത്. തുടങ്ങിയത് എവിടെ നിന്നാണ്? ഈ വിശന്നിരിക്കുന്നവർ, ലഹരി പിടിച്ചിരിക്കുന്നവർ, വിശന്നിരിക്കുന്നവർ, ഭക്ഷിച്ചോണ്ടിരിക്കുന്നവർ, ലഹരി പിടിച്ചോണ്ടിരിക്കുന്നവർ, കലഹിക്കുന്നവർ, ഇങ്ങനെ ഇത്രയും 4 കൂട്ടര് സഭയ്ക്കകത്തുണ്ട്. We started off with people in divisions, people who are eating in the church, people who are hungry in the church, and people who are drunken in the church. പൗലോസ്ലീഹ പറഞ്ഞു, നിങ്ങൾക്ക് വീട്ടിലിരുന്നാ പോരെ. Paul is saying, can't you do this at home? നോക്കിക്കേ, എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു, ആവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം, അത് ഞാൻ പറഞ്ഞ വാക്യല്ലേ, അങ്ങനെ 26ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. So as often as you eat this bread and drink this cup, you show the Lord's death till he come. അടുത്ത വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവരെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകുന്നു. So if anybody take this Lord's table, Lord's supper unworthily, he shall be guilty of the body and the blood of Jesus. ഇനി നോക്കിക്കോട്ടെ, നിങ്ങള് ഈ വചനത്തിന്റെ അകത്ത് നിന്ന് അയോഗ്യമായി അപ്പം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് കേട്ടിരിക്കുന്നത് എന്താണ്? നിങ്ങൾ കേട്ടിരിക്കുന്നത് What do you mean by unworthily taking the bread and drinking the cup? ഒന്ന് പറഞ്ഞ മ്യൂട്ട് മാറ്റി പറയാൻ പറ്റുന്നവര്. പാപത്തോടുകൂടി സ്വീകരിക്കുന്നത്, ശരിയായ മാനസാന്തരം ഇല്ലാതെ കഴിക്കുന്നത്. പാപം ഏറ്റു പറഞ്ഞതിന് ശേഷമേ കഴിക്കാവൂ. നമ്മള് കർത്താവിന്റെ മേശയെ പറ്റി ഓക്കെ. ഇനി ഇവിടെ നിങ്ങൾ നോക്കുക, അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുന്നവരൊക്കെയും കർത്താവിന്റെ ശരീരവും രക്തത്തെ സംബന്ധിച്ച് കുറ്റക്കാരൻ ആകുന്നു. Whoever partake unworthily, they are guilty of body and blood of Lord. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് യോഗ്യത? 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് നാം വരുന്ന സമയത്ത് അവിടെ കാണാൻ പറ്റും. 1:27 പറയുന്നു, ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തെരഞ്ഞെടുത്തു. അടുത്തത്, ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം ലോകത്തിൽ ബലഹീനവും കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതിനെ തെരഞ്ഞെടുത്തു. 28 മുതൽ വായിക്കാവോ? 1 Corinthians 1:28 onwards, it says, God chose what is low and despised in the world, what is regarded as nothing, to set aside what is regarded as something, so that no one can boast in his presence. ഈ വാക്കുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന്. So that no one can boast in his presence. അടുത്ത വാക്യം നോക്കിയോടെ, നിങ്ങളോ ക്രിസ്തുവിനാൽ ക്രിസ്തുവിലിരിക്കുന്നു. You are seated in Christ by Christ. അടുത്ത വാക്യത്തിൽ പറയുന്നത്, അങ്ങനെ ക്രിസ്തുവിൽ ഇരിക്കുന്നത് കൊണ്ട് ദൈവം നമുക്ക് ദൈവത്തിങ്കിൽ നിന്നും ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നിരിക്കുന്നു. Because you are seated in Christ, Christ Jesus, you became the wisdom of God, righteousness of God, and has sanctification and redemption. അപ്പൊ എന്റെ ചോദ്യം, യേശുക്രിസ്തുവിലുള്ള നിങ്ങൾ നീതിമാനും വിശുദ്ധനും വീണ്ടെടുത്തവനുമാണോ? ഈ വചനപ്രകാരം ആണോ? Are you redeemed? Are you sanctified? Have you got the wisdom? അപ്പൊ നിങ്ങള് അങ്ങനെയെങ്കിൽ നിങ്ങൾ നീതിമാനും വിശുദ്ധനും വീണ്ടെടുത്ത വ്യക്തിയും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകി സ്നാനവും രക്ഷയും ഏറ്റ നിങ്ങൾ നീതിമാനും വിശുദ്ധനും വീണ്ടെടുത്ത വ്യക്തിയുമാണെങ്കിൽ നിങ്ങൾ യോഗ്യരാണോ അയോഗ്യരാണോ? Righteous, sanctified and redeemed.
അപ്പൊ അങ്ങനെയെങ്കിൽ എന്റെ ചോദ്യം, ഇവിടെ പൗലോസ്ലീഹ പറയുന്നു അയോഗ്യമായി അപ്പം തിന്നുന്നവർ. അതിന്റെ അർത്ഥം കൊരിന്തിയ സഭയിലുള്ള ആളുകളെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, കൊരിന്തിയ സഭയിലുള്ള, അപ്പൊ നമ്മൾ പലപ്പോഴും ഇത് വായിക്കുമ്പം ആൾക്കാരെല്ലാം പല തെറ്റിദ്ധാരണയാണ്, എനിക്ക് ഇതെടുക്കാൻ യോഗ്യതയില്ല. ആദ്യം ഒരു കാര്യം ഉറപ്പിച്ചോണം, ഞാൻ ക്രിസ്തുവിൽ, 1 കൊരിന്ത്യർ 1-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ക്രിസ്തുവിൽ നീതിമാനും വിശുദ്ധനും വീണ്ടെടുക്കപ്പെട്ടയാൾ. എന്ന് പറഞ്ഞത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തിയെ പറ്റി പറയുന്നു. നീതിമാനും വിശുദ്ധനും വീണ്ടെടുത്ത ക്രിസ്തുവിലുള്ള വ്യക്തിയാണ് നിങ്ങൾ. One who is in Christ Jesus, a baptized believer, is righteous, sanctified and redeemed. എന്നാൽ ഇവിടെ പറയുന്നു അയോഗ്യമായി അപ്പം തിന്നുകയും. But here, Paul, if you take the Lord's Supper unworthily, ഞാൻ ആ അൺവർത്തിലി എന്നുള്ള വാക്കിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം അനോക്സിയോ എന്ന് പറയുന്നൊരു പദമാണ്. അനാക്സിയോ എന്നൊരു പദമാണ് ഗ്രീക്ക് വേർഡ്. Greek say anaxio. അനാക്സിയോ മീൻ അൺവർത്തി മാനർ എന്നൊരു പദമാണ്. Anaxio means it is in unworthy manner. അൺവർത്തി മാനർ എന്ന് പറഞ്ഞാൽ അയോഗ്യമായ രീതിയിൽ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവർ. So anaxio means unworthy manner in which you take the Lord's Supper. അപ്പൊ നിങ്ങൾ ഈ വാക്ക് നോർത്തോളം നമ്മൾ തുടങ്ങിയത് എവിടുന്നാണ്? വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ചിരിക്കുന്നവർ. വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ചിരിക്കുന്നവർ പറഞ്ഞു. The drunken, the hungry, the ones who eat in the church and who has divisions. ആമേൻ. കണ്ടോ? അപ്പൊ കലഹത്തിന്റെ അകത്തിരിക്കുന്നവര്, പള്ളിക്കകത്ത് വന്ന് ആഹാരം കഴിക്കുന്നവര്, പള്ളിക്കകത്ത് വന്ന് വിശന്നിരിക്കുന്നവനെ ആഹാരം കൊടുക്കാതെ സ്വന്തമായി കഴിക്കുന്നവര്, മദ്യവെച്ച് ലക്ക് കെട്ടിരിക്കുന്നവര്, അവിടെ ഇവിടെ കലഹം ഉണ്ടാക്കുന്ന സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട ആൾക്കാരാണ് ഇതെല്ലാം. ഇവരെ പറ്റി പൗലോസ് പറയാണ്, നിങ്ങൾ ഈ അയോഗ്യമായ രീതിയിൽ കർത്താവിന്റെ പാനപാത്രം കുടിക്കരുതേ. കണ്ടോ? That is what Paul says. In unworthy manner, you should not approach the Lord's table. Who are having divisions, who are having, who doesn't consider the hungry. അടുത്ത വാക്യത്തിൽ പറയുന്നു, തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം നിങ്ങൾ ഇത് എന്ത് ചെയ്യാൻ. Examine yourself before approaching the Lord's നിങ്ങൾ Supper. നോക്കി, അതായത് നിങ്ങളെ തന്നെ. അപ്പൊ എന്താണ് നിങ്ങൾ കേട്ട ഈ ശോധന ചെയ്യുക എന്ന് പറയാൻ നിങ്ങൾ കേട്ടിരിക്കുന്നത് എന്തുവാ? How do you examine yourself? What do you mean by that? പരിശോധിക്കണം, പാപം സ്വയം ചെയ്തിട്ടുണ്ട്. വിചാരണ ചെയ്യുക. പരിശോധിക്കുക. ഇവിടെ നിങ്ങളെ പരിശോധിച്ചു കഴിഞ്ഞാൽ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ 26-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളെപ്പറ്റി ബൈബിൾ പറഞ്ഞു, നിങ്ങൾ നീതിമാന്മാരാണ്, കർത്താവായ യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്, കർത്താവായ യേശുവിൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. In 1 Corinthians, it says that the first chapter it says that you are redeemed, you are righteous, you are sanctified. അപ്പൊ ഇത് തന്നെത്താൻ ശോധന ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഈ കർത്താവിന്റെ മേശ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ അകത്തൊരു ഉറപ്പുണ്ടായിരിക്കണം, എന്നെ നീതിമാനാക്കി, എന്നെ വിശുദ്ധനാക്കി, എന്നെ കർത്താവിൽ. ഞാൻ കൊരിന്ത്യർ ലേഖനം ഒന്ന് വായിച്ചിട്ട് വേണേ പറയാം. നിങ്ങൾ നോക്കിക്കേ, നിങ്ങളോ അവനാൽ ക്രിസ്തുവിൽ ഇരിക്കുന്നു. കണ്ടോ? എന്നെ ക്രിസ്തുവിൽ ഇരുത്തിയത് കൊണ്ട് ദൈവത്തിങ്കൽ നിന്നും എനിക്ക് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും ലഭിച്ചിരിക്കുന്നു. You should always remember that when the Lord's Supper tray comes to you, you should always remember that when you are seated in Christ Jesus, you have the wisdom from God. അതിന്റെ തൊട്ടുമുഴുത്ത വാക്യത്തിൽ പറയുന്നു, 28-ൽ പറയുന്നു, ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്ത എന്നെയാണ് തെരഞ്ഞെടുത്തത്. അപ്പൊ ഞാൻ ആരായിരുന്നു എന്ന് ഈ കർത്താവിന്റെ മേശ എന്നോട് സംസാരിക്കുന്നു. God shows what the world thinks foolish to shame the wise, and God shows what the world thinks weak to shame the strong. അപ്പൊ കർത്താവിൽ ഞാൻ യോഗ്യനായി എന്നുള്ളതാണ് എന്നെ തന്നെ ഞാൻ ശോധന ചെയ്യേണ്ടത്. So I should check myself, examine myself that I am worthy of the Lord. അടുത്ത വാക്യത്തിൽ പറയുന്നു, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ. If you don't discern the body, തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. bringing damnation to your own body.
Hello? വായിച്ചു സിസ്റ്റർ, വായിച്ചു. ഒന്നുകൂടെ പറഞ്ഞു. Yeah, കെ ജെ whoever വിയിൽ has വായിച്ചു. കെ ജെ വിയിൽ വായിക്കുന്ന സിസ്റ്റർ. ആ for he that eateth and drinketh unworthily eateth and drinketh damnation to himself, not discerning the Lord's body. നോക്കിക്കേ, അപ്പൊ നിങ്ങൾ ഇത്രയും നാളും അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ച തിന്നുകയും കുടിക്കുന്നവൻ ശരീരത്തെ വിവേചിക്കുക എന്നുള്ളത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? What do you mean by discerning the body? ക്രൂശിനെ ധ്യാനിക്കുക. നമ്മൾ പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത്, നമ്മൾ കർത്താവിന്റെ മേശയിലേക്ക് വരുമ്പോൾ തിന്നുകയും കുടിക്കുന്നവൻ ശരീരത്തെ വിവേചിക്കുക എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും കർത്താവിന്റെ മേശ എടുക്കാറില്ല. ഒട്ടുമുക്കാലും വിശ്വാസികൾ ഞായറാഴ്ച ഞങ്ങളുണ്ട്, എല്ലാവരും ഒരു 160% ആൾക്കാരും കർത്താവിന്റെ മേശ എടുക്കാറില്ല. പറഞ്ഞു സിസ്റ്ററെ. പുഷ്പേശ്വര കട്ടായി പോയോ? Yeah, I'm sorry. 60% of people, I have noticed that they don't partake the Lord's Supper. എന്തുകൊണ്ടെന്നാൽ ഈ ഒരു വാക്യം ഞായറാഴ്ച കർത്താവിന്റെ മേശയിലേക്ക് വരുമ്പോൾ ഇവര് അയ്യോ കർത്താവെ എനിക്കിതെടുക്കാൻ യോഗ്യതയില്ലല്ലോ എന്ന് പറഞ്ഞ് എടുക്കാറില്ല. Many people think that, oh, I am not worthy to take this, so they don't take the table. എന്നാൽ നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചു നോക്കിക്കോണം. But you carefully notice here, ഏറ്റവും ഒടുവിലത്തെ വാക്യം പറയുന്നത് നോട്ട് ഡിസൈഡിങ് ദ ലോർഡ്സ് ബോഡി എന്നൊരു പദം കൊടുത്തിരിക്കുന്നത്. not discerning the Lord's body, അതായത് കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കാത്തവൻ. who doesn't discern Lord's body. നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് നമ്മുടെ ശരീരത്തെ വിവേചിക്കുക എന്നാണ് നമ്മൾ വായിക്കുന്നത്. Many times we check ourselves, discern ourselves, our body. അതുകൊണ്ട് നമുക്ക് കർത്താവിന്റെ മേശ എടുക്കാൻ പേടിയാണ് പലർക്കും. Many people are afraid of taking the Lord's Supper. കാരണം ഈ ഒരു വാക്യം പറയും നിങ്ങളെ ശോധന ചെയ്യാൻ പറയുക, വിവേചിക്കാൻ പറയുക. This verse says, discern yourself, examine yourself. ഒരു കാര്യം പറയണമേ, ഞാൻ ഒന്നിനും കൊള്ളാത്ത എന്നെ യേശുക്രിസ്തു തെരഞ്ഞെടുത്ത് നീതിമാനും വിശുദ്ധനും വീണ്ടെടുത്തവനും ആക്കിയിരിക്കുന്നു. Good for nothing me, he chose to be in him and made me the wisdom from God, righteous, sanctified, redeemed. ഞാൻ യോഗ്യനായതല്ല, കർത്താവ് എന്നെ യോഗ്യനാക്കി മാറ്റിയിരിക്കുന്നു. I was not worthy, but he made me worthy. അപ്പൊ ഈ ശരീരത്തെ വിവേചിക്കാത്തവന് ശിക്ഷാവിധി ഉണ്ടാകും. So whoever do not discern the Lord's body will have damnation. നോക്കിക്കേ, മർക്കോസിന്റെ സുവിശേഷം 16 നമ്മൾ എപ്പോഴും പറയുന്നതാണ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. Mark 16 says, whoever is believing will be saved, believing and baptized will be saved, but whoever doesn't believe, that he will be in judgment. അപ്പൊ വിശ്വസിച്ച ഞാൻ ഇനി ശിക്ഷാവിധിക്കകത്തല്ല രക്ഷാവിധിക്കകത്താണ് ഇരിക്കുന്നത്. So believing me is not in a judgment, but I am in salvation. അപ്പൊ നിങ്ങൾ കർത്താവിന്റെ മേശ വരുമ്പോഴേക്കും അയ്യോ കർത്താവ് ഇതെങ്കിൽ ശിക്ഷിക്കാൻ വരുന്ന മേശയല്ല, എന്നെ രക്ഷിച്ച മേശയാണ്. So you should discern that when the Lord's Supper tray comes to you, it is for your salvation, it is not for your damnation. ഈ ശരീരത്തെ വിശ്വസിക്കാത്തവന് ശിക്ഷാവിധിയുണ്ട്. Whoever do not discern Lord's body is under punishment. എന്നാൽ വിശ്വസിച്ചവന് രക്ഷാവിധിയാണ് വന്നിരിക്കുന്നത്. But whoever is believing and discerning the body, it is salvation is coming. നോക്കി, അപ്പൊ ശരീരത്തെ വിവേചിക്കാതെ, So whoever do not discern the Lord's body, കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കാതെ, whoever do not discern the Lord's body, ഇത് എന്റെ കുഴപ്പം കൊണ്ടാണ്, എന്റെ കുറവ് കൊണ്ടാണ്, എന്റെ ബലഹീനത കൊണ്ടാന്ന് പറയുന്നവരെല്ലാം, if you condemn yourself that it is by your mistake, ഇത് ഹേതുവായി because of that self-condemnation, പലരും രോഗികളാകുന്നു. many become sick and weak. നോക്കിക്കേ, അപ്പൊ കർത്താവിന്റെ മേശയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ കാണേണ്ടത് ഒരു ബ്രെഡും വീഞ്ഞുമായിട്ടല്ല, When the Lord's Supper tray comes to you, you should see it as യേശുവിന്റെ നുറുക്കപ്പെട്ട മുറിവേറ്റ ശരീരമായി നിങ്ങൾ അതിനെ കാണണം. you should see it as the broken body of Jesus and the blood that was
എന്റെ shed for you. എന്റെ ചോദ്യം, യേശുവിന്റെ മുറിക്കപ്പെട്ട ബോഡി കാണുമ്പോൾ, ശരീരം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന വചനം ഏതാ? What is the scripture that comes to your mind when you see the broken body of Jesus? യേശുവിന്റെ മുറിവുള്ള ആ അവന്റെ അടിപിണരാലും എന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നു. കണ്ടോ? അപ്പൊ ഈ അപ്പവും വീഞ്ഞുമായിട്ട് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട വ്യക്തികളുടെ മുമ്പിലേക്ക് വരുമ്പോൾ, ഇത് ഞങ്ങളുടെ നാട്ടിലെ ഏതോ ഒരു ബണ്ണും ചായ അല്ല ബണ്ണും വീഞ്ഞുമാന്ന് പറഞ്ഞ് കുടിക്കുന്നവർക്ക് ഒന്നും മാറ്റം വരത്തില്ല. If you say the Lord's Supper as a bun and tea, there will not be anything. But if you see that by His stripes I am healed, that becomes a healing to you. പക്ഷെ നിങ്ങൾ വിശ്വാസ കണ്ണുകൊണ്ട് കാണണം, ഇത് നുറുക്കപ്പെട്ട യേശുവിന്റെ ശരീരമാണല്ലോ എന്റെ നേരെ വരുന്നത്. You should see by the eyes of faith that the broken body of Jesus is coming to you. ഇത് പറഞ്ഞുകൊണ്ട് ആ കർത്താവിന്റെ മേശ കഴിക്കുമ്പോൾ, If you speak this and partake about the Lord's Supper, നോക്കുകയെ, ഇത് തിരിച്ചറിയാതെ കഴിക്കുന്നവർ ബലഹീനരും രോഗികളുമാകുമെങ്കിൽ, if you don't discern the Lord's body likewise, you might become weak and sick. അപ്പൊ എന്റെ ഒരു ചോദ്യം, ഈ ശരീരത്തെ തിരിച്ചറിഞ്ഞ് ഭക്ഷിക്കുന്നവർ എന്തായി തീരും? So my question is, what happens to those who discern the body and have the Lord's Supper? എന്തായിട്ട് മാറും? ആമേൻ. കണ്ടോ? അപ്പൊ നമ്മൾ ഇത്രയും നാളും കേട്ടിരുന്ന എന്താണെന്നറിയാവോ? അയോഗ്യമായി കഴിച്ചാൽ നിങ്ങൾ മരിച്ചു പോകും, രോഗം വരും. ഇപ്പൊ മനസ്സിലായോ ഇതിന്റെ അർത്ഥം എന്താന്നുള്ളത്? Now do you understand what the meaning of it is? Until now you have heard that whoever partakes the Lord's Supper might get sick and die and stuff. പല വിശ്വാസികളെയും പറഞ്ഞ് പേടിപ്പിച്ചു, നിങ്ങൾ അയോഗ്യമായി കഴിക്കരുത്. Many believers were scared that you should not take it unworthily. എന്റെ പ്രിയരെ, നിങ്ങൾക്കൊരു തെറ്റ് പറ്റിയെന്നിരിക്കട്ടെ, അബദ്ധവശാൽ By mistake, suppose you have made a mistake. നിങ്ങൾ കർത്താവിന്റെ മേശ എടുക്കാതിരിക്കരുത്. Do not stop yourself from taking the Lord's Supper. നമുക്കൊരു തെറ്റ് സംഭവിച്ചു പോയാൽ, മനഃപൂർവ്വമല്ല അബദ്ധവശാൽ സംഭവിച്ചു പോയാൽ, If at all you make a mistake, കർത്താവിന്റെ മേശ എടുക്കാതിരിക്കരുതേ. don't stay away from the Lord's Supper. ആ കർത്താവിന്റെ മേശ എന്നോട് പറയുന്നു, ആ രക്തം എന്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു. The Lord's Supper says that His blood has cleansed me from all unrighteousness and made me. പല ആളുകളും എന്ത് ചെയ്യാറുണ്ടോ, അയ്യോ എനിക്ക് അതെടുക്കാനുള്ള കഴിവില്ല, ഞാൻ ഇന്ന് എടുക്കുന്നില്ല. Many people feel that I am unworthy to take up the Lord's Supper. ഇതാണ് അവിടെ വചനത്തിൽ പറഞ്ഞ ഡിസേണിംഗ് ദ ലോർഡ്സ് ബോഡി എന്ന് പറയാൻ കാരണം. This is why the scripture says about discerning the Lord's body. അപ്പൊ നിങ്ങൾ അതിനെ ഡിസേൺ ചെയ്യാതെ, വിവേചിക്കാതെ, If you don't discern the Lord's body, കർത്താവിന്റെ ശരീരത്തെ ഭക്ഷിച്ചാൽ, if you don't discern the Lord's body and take the Lord's Supper, അതൊരപ്പവും വീഞ്ഞും മാത്രമായി പോകും. that is only our bread and wine. പക്ഷെ ഇത് ഞാൻ കർത്താവിന്റെ എനിക്ക് വേണ്ടി നുറുക്കപ്പെട്ട യേശുവിന്റെ ശരീരമാണെന്നും എന്റെ പാപമോചനത്തിനായി ഒഴുക്കപ്പെട്ട രക്തമാണെന്നും വിശ്വസിച്ചുകൊണ്ട് ഇത് പാനം ചെയ്താൽ അവിടെ ജീവൻ ഉണ്ടാകും, മരണമല്ല ജീവൻ ഉണ്ടാകും. If you realize and believe that this is the body of Jesus that was broken for me, blood that was shed for me, and you partake the your body. അതുകൊണ്ട് ഈ വചനം പറയും, ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകർ നിദ്ര കൊള്ളുന്നു എന്ന് വചനത്തിൽ പറയുന്നു. Not doing this make you weak and sick and many sleep. ആമേൻ. അപ്പൊ ഇത് കൊരിന്ത്യ സഭയിലെ ആൾക്കാർ ഇപ്പൊ ഒന്ന് ചിന്തിക്കുക, വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ചിരിക്കുന്നവരുടെ മുമ്പിലോട്ട്, അതായത് ലഹരി പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിലോട്ട് അപ്പവും വീഞ്ഞും കൊണ്ടുവച്ചാൽ എന്റെ ചോദ്യം, ആ വ്യക്തിക്ക് അത് വിവേചിക്കാൻ പറ്റുമോ? Any man who is drunk and full of if the Lord comes to him, can he discern? പള്ളിക്കകത്തിരുന്നുകൊണ്ട് വയറ് നിറച്ച് ബിരിയാണിയും കഴിച്ചിരിക്കുന്ന വ്യക്തിയുടെ മുമ്പിലേക്ക് വീഞ്ഞും അപ്പവും കൊടുത്താൽ ആ വ്യക്തിയുടെ മനസ്സെന്തായിരിക്കും? ആ ഭക്ഷണത്തിൽ ഒന്നുപോലെ ആയിരിക്കും ഇതെന്ന് അദ്ദേഹം ചിന്തിക്കുന്നത്. If a stomach full person is getting the Lord's Supper tray in front of him, he might feel that there is another food, just another food. സഭയിൽ മുഴുവൻ കലക്കം ഉണ്ടാക്കി ഇടർച്ച ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിലേക്ക് കർത്താവിന്റെ മേശ വന്നാൽ ഇത് ഐക്യതയുടെ മേശയാണ്. ഈ തിരിച്ചറിവില്ലാതെ ഈ വ്യക്തി കഴിച്ചാൽ ആ വ്യക്തിക്ക് ഒരു മാറ്റവും ഉണ്ടാകാൻ പോണില്ല. A divisive person or a contentious person, if he approaches the table, there is not going to be any difference.
in them. ആമേൻ. അതുകൊണ്ടാണ് വചനം പറയുന്നത് അയോഗ്യമായി അപ്പം തിന്നരുത്. That is why the word says, don't അൺവർത്തി take മാനർ, it unworthily, അൺവർത്തി മാനർ, unworthy manner. അയോഗ്യമായ രീതിയിൽ എന്ത് ചെയ്യരുത്, ഇത് നിങ്ങൾ കഴിക്കരുത്. You should not take the Lord's Supper in an unworthy ഇത് manner. ഇത് കഴിക്കുമ്പോൾ എൻ്റെ അകത്ത് ആയുസ് വർദ്ധിക്കും. This increases my life. ഇത് കഴിക്കുമ്പോൾ എൻ്റെ അകത്തെ ആന്തരിക അവയവത്തിന് പുതുക്കം പ്രാപിക്കും. This give me strength to my all organs. കർത്താവിന്റെ രക്തമായ വീഞ്ഞ് ഞാൻ ഭക്ഷിക്കുമ്പോൾ എൻ്റെ അകത്ത് സ്വാതന്ത്ര്യം വ്യാപരിക്കും. When I partake the blood of Jesus Christ, there is freedom inside of me. നിങ്ങൾ കർത്താവിന്റെ മേശ ദിനം പ്രതി ഭക്ഷിക്കും തോറും Every day, if you are taking the Lord's Supper, നിങ്ങൾ കർത്താവിന്റെ ജീവൻ നിങ്ങളുടെ അകത്ത് വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. life of Jesus spread across you, inside of you. അപ്പൊ ഇത് ഹേതുവാ, ഇത് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ, അപ്പൊ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ തിരിച്ചറിവിൽ വേണം ഇത് ഭക്ഷിക്കുവാൻ. You should discern the Lord's body while you're taking the bread and എന്നാൽ സഭയുടെ നിയമപ്രകാരം രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട വ്യക്തിക്കാണ് ഇത് കഴിക്കുവാൻ യോഗ്യതയുള്ളത്. but according to the rules of the church, only the saved people, baptized people can take this. എന്തുകൊണ്ടെന്നാൽ മർക്കോസിന്റെ 16:16 പറഞ്ഞ് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. Mark 16:16 said, those who believe and are baptized are saved. വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Those who do not believe are in judgment. നിങ്ങൾക്കത് മനസ്സിലായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. I hope you understand this. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, Thank you. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. നമുക്ക് ഏറ്റവും ഒടുവിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കേട്ട വചനത്തിന്റെ സംശയം ഉണ്ടെങ്കിൽ, ഏറ്റവും ഒടുവിൽ സമയം ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് വല്ലതും നമുക്ക് സമയം കണ്ടെത്താം. ഞാൻ ഉറപ്പ് പറയുന്നില്ല. കർത്താവിന്റെ കൃപാവര ശുശ്രൂഷകളുടെ സമയങ്ങൾ പോലെ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ പോലെ നമ്മളിത് ചെയ്യുന്നതായിരിക്കും. ഗോഡ് ബ്ലസ് യു പുഷ്പാസ്റ്റേ. കർത്താവ് ഉപയോഗിച്ച വൻ കൃപയ്ക്ക് നന്ദി പറയുന്നു. കർത്താവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരും പ്രാർത്ഥിച്ചു. ഇനി മുതൽ ആ കർത്താവിന്റെ ശരീരത്തെ ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ ദിവസവും കർത്താവിന്റെ മേശയിൽ പങ്കാളിയാകുന്നത് ആ ഓർമ്മയ്ക്കാണിത്. നമുക്കറിയാം, നമ്മൾ ചില കാര്യങ്ങൾ ഓർമ്മയുണ്ട് അല്ലേ. നമ്മൾ ക്രിസ്മസ് ഓർക്കാറുണ്ട്, ജന്മദിനങ്ങൾ, ബർത്ത്ഡേ ഓർത്ത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അല്ലേ, നമ്മുടെ ബർത്ത്ഡേ. അപ്പൊ കർത്താവിന്റെ മേശ ദിവസവും നിങ്ങൾ ഓർക്കുവാൻ, കർത്താവിന്റെ മേശയ്ക്കുള്ള ആ ഉറപ്പ് എൻ്റെ ഉള്ളത്തിൽ ജീവൻ തരുന്നതാണ്. ആ മേശ ദിവസവും എൻ്റെ ഉള്ളത്തിൽ ഒരു ഉറപ്പും ധൈര്യവും ഓർമ്മപ്പെടുത്തലും തരുന്നതാണ്. അതുകൊണ്ട് കർത്താവിന്റെ മേശയിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും ക്രിസ്തുവിൽ സ്വാഗതം ചെയ്യുകയാണ്. സ്നാനപ്പെടാത്തവരെ, രക്ഷിക്കപ്പെടാത്തവരെ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം. കാര്യം ഇത് അനേകർക്ക് ജീവൻ തരുന്നതാണ്, സൗഖ്യം തരുന്നതാണ്. വചനം പറഞ്ഞ പോലെ ഇത് അനേകർ എന്ത് ചെയ്തു? ഇത് ഭക്ഷിക്കാത്തവർ മരണം ഹേതുവായി തീർന്നു, അനേകർ എന്ത് ചെയ്തു? രോഗത്തിലായി തീർന്നു. അല്ലെങ്കിൽ ഇത് ഭക്ഷിക്കുന്നവർ ആരോഗ്യമുണ്ടാകും. ദിവസവും ഭക്ഷിക്കുന്നവരുടെ മേൽ ആരോഗ്യമുണ്ടാകും. അവിടെ ജീവന്റെ വ്യാപാരം വെളിപ്പെടും. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ നന്ദിയോടെ പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഈസ്റ്റ് ഹാമിൽ, നിങ്ങൾക്ക് അവിടെ പോസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. ഈസ്റ്റ് ഹാമിൽ 25-ാം തീയതി ലണ്ടൻ UK ഈസ്റ്റ് ഹാം എന്ന് പറയുന്ന ആ സ്ഥലത്താണ്. നിങ്ങൾ ആ അഡ്രസ്സ് തെറ്റിച്ചോണം. ഈസ്റ്റ് ഹാമിൽ ട്രെയിൻ വന്ന് ഇറങ്ങരുത്. നിങ്ങൾ ട്രെയിനിൽ കയറുന്നവർ ഈ അഡ്രസ്സ് നോക്കിക്കോണം. 18 രാത്ബോൺ മാർക്കറ്റ് ലണ്ടൻ, ആ ഒരു അഡ്രസ്സിലെ വരാവുള്ളൂ. ട്രെയിനിലോ ബസ്സിലോ വരുന്നവർ. ഈസ്റ്റ് ഹാം എന്ന് പറയുന്നത് ആ ടൗണിന്റെ, കഴിഞ്ഞ പ്രാവശ്യം വന്ന സിസ്റ്ററൊക്കെ, എനിക്ക് വന്നത് എൽസ സിസ്റ്ററൊക്കെ വഴി തെറ്റിപ്പോയി. പിന്നീട് വേറെ സഹോദരി എനിക്ക് വന്ന് 1 മണിക്കൂർ കറങ്ങിപ്പോയി. അതുകൊണ്ട് അവിടെ ഈ ഈസ്റ്റ് ഹാമിൽ പോകരുത്. ഈസ്റ്റ് ഹാമിൻ്റെ അകത്തുള്ള ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ആ പോസ്റ്റ് കോഡ് നോക്കി വന്നാൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾ ആ നമ്പറിൽ ബന്ധപ്പെടുക. അവിടെ സഹോദരങ്ങൾ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. വളരെ ശക്തമായിട്ട് നിങ്ങൾ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഭയങ്കരമായ പ്രവൃത്തികൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എല്ലാ മാസവും നമുക്ക് നടക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പം ഞാൻ എപ്പോഴേലും വന്നാമെന്നില്ല, ഞാൻ UK നിങ്ങളോട് പറയുന്നു, കർത്താവിൻ്റെ നാമത്തിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഞാൻ നിർബന്ധിക്കുകയാണ്. ഭയങ്കരമായ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പകർച്ച ദൈവാത്മാവ് അവിടെ ചെയ്യുന്നുണ്ട്. അതിൽ പങ്കുചേരുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. കൃപാവര ശുശ്രൂഷകൾ ജ്വലിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഇമ്പാർട്ടേഷൻ തന്നെ അവിടെ ഉണ്ട്.
താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ലോർഡ് ജീസസ് സുക്കോറ ബൽഖാന ഫസ്ദേന ഷതൂ ഫ്രൈറ്റമ ഹസാഫന ഹുഷാഖസിയാന്തരി. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഇന്ന് കർത്താവിന്റെ വചനം കേട്ടതുപോലെ ക്രിസ്തുവിൽ ഞാൻ യോഗ്യനാണ്, നീതിമാനാണ്, വിശുദ്ധനാണ്, വീണ്ടെടുക്കപ്പെട്ടയാളാണ്, ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടയാളാണ്, ഞാൻ പാപിയല്ല, ഞാൻ അന്യനല്ല, ഞാൻ പരദേശിയല്ല, ദൈവത്തിന്റെ ഭവനക്കാരനാണ്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഷഹൂറ ബിനാഫ സൈഖന സൂഫന ലാഖുറസ് ബിനാഫ റഷ്പത്തെ വിസാറ്റിയാല ഓ റാത്മഹഷ്പത്തേരി മസൈഖന. ഞാൻ തയ്യിൽ എന്ന് പറയുന്ന ഒരു വീട്ടുപേർ എൻ്റെ മനസ്സിലേക്ക് വരിക. തയ്യിൽ, തായാണ് ആദ്യമേ. തയ്യിൽ എന്ന് പറയുന്ന അയൽസി സിസ്റ്റർ എനിക്ക് വന്നത് വഴി തെറ്റിപ്പോയതുകൊണ്ട് സിസ്റ്റർ കമന്റ് എല്ലായിടത്തും ഇടുന്നുണ്ട്. സിസ്റ്റർ ഒത്തിരി കറങ്ങിപ്പോയി. എന്തെങ്കിലും കർത്താവിൻ്റെ കുറവ് വളരെ എനിക്ക് വന്ന് 3-4 മണിക്കൂർ യാത്ര ചെയ്താണ് സിസ്റ്റർ അവിടെ വന്നത് തന്നെ. അതുകൊണ്ട് സിസ്റ്റർ എനിക്ക് വന്ന ഗ്രൂപ്പിൽ എല്ലാം മെസ്സേജ് ഇടുന്നുണ്ട് വഴി തെറ്റി പോകാതിരിക്കാൻ വേണ്ടി. അഡ്രസ്സ് ഈ തയ്യിൽ എന്ന് പറയുന്ന വീട്ടുപേരുള്ള ഒരു വീട് എൻ്റെ ഉള്ളത്തിൽ കാണിക്കുക. തയ്യിൽ, പിന്നെ അതിൻ്റെ മുമ്പോ പിമ്പോ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ തയ്യിൽ എന്നുള്ളതാണ് എൻ്റെ ഉള്ളത്തിൽ എടുത്തു കാണിക്കുന്നത്. അതുമായിട്ട് ഈ ബന്ധപ്പെട്ട കുടുംബം ഏതാണോ, ഇന്ന് കർത്താവ് എൻ്റെ ഉള്ളത്തിൽ വലിയൊരു പ്രവൃത്തിക്ക് വേണ്ടി ഇന്ന് ആ ഭവനത്തെ ദൈവം തൊടാൻ വേണ്ടി പോവാന്ന് പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ. അപ്പാ പിതാവെ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു, കർത്താവിൻ്റെ വലിയ പ്രവൃത്തി അവിടെ ഉണ്ടാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഏത് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടതാണോ ആമേൻ പറഞ്ഞ് അതിനെ സ്വീകരിച്ചോണേ. കർത്താവ് ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ വലിയ പ്രവൃത്തികളെ ദൈവം അയക്കാൻ വേണ്ടി പോവാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. അങ്ങയുടെ കൃപ പെരുകുന്നല്ലോ, അങ്ങ് ഓരോ വ്യക്തികളെയും അങ്ങ് തൊടുന്നല്ലോ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞങ്ങളുടെ സ്പിരിച്വൽ സെൻസേഷനെ അങ്ങ് തൊടുന്നല്ലോ അപ്പാ. എല്ലാ മേഖലകളെയും ഞങ്ങൾ പൊതിയുന്നു അപ്പാ. ദുഷ്ടന്റെ കണ്ണുകളെ പൊത്തി പ്രാർത്ഥിക്കുന്നു, അവന്റെ ചിന്തകളെ ബ്രേക്ക് ചെയ്യുന്നു. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഓ റാത്തേരിഹി ഷതൂ ബ്രൈറ്റ് ഫെസാന ഹുഡാദഗസ്പിനാകോ റൂഹൂസിയ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. യേശുവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ മാർച്ച് മാസം 16-ാം തീയതി ജനിച്ച വ്യക്തിയുടെ ഭവനമേത? മാർച്ച് മാസം 16-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. മാർച്ച് 16. ഹലോ ബ്രദർ, എന്തോ? എന്റെ മകളാണ് മാർച്ച് 16-ാം തീയതി. മകളാണ്, ഒരാളുടെ മകളാണ്, മറ്റേയാളുടെ മരുമോളാണ് അല്ലേ? ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഈ 2005 വീടിന് എന്തേലും പുതുക്കി പണിത ഒരു ഭവനത്തിലേതാ? 2005 സമയങ്ങളിൽ വീടിന്റെ അകത്ത് എന്തെങ്കിലും പുതുക്കി പണിയിൽ സിസ്റ്ററുടെ ആണോ മോളാണോ മാർച്ച് ജനിച്ചത്? മോളാണ്. 2005 വീട് പുതുക്കി അല്ലേ? അതിനകത്തൊരു ലോർഡ് ജീസസ്, എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു കൺഫർമേഷൻ തന്നതാണ്. ഈ മാർച്ച് ജനിച്ച 16 ജനിച്ച ഈ മകളെയും അത് കൺഫർമേഷനായിട്ട് 2005 ഈ 2005 മുതൽ നിങ്ങളുടെ വീടിൻ്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഈ ഒരു സമയം വരെയും ഓരോ കാര്യങ്ങൾ സ്വരൂപിച്ചു വെക്കുമ്പോൾ അതിനെ കവർന്നു കൊണ്ടുപോകുന്നൊരു മേഖല. പല കാര്യങ്ങളും അത് മനുഷ്യന്റെ ആയിട്ട് ബന്ധപ്പെട്ടും ഫിനാൻസ് സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടും ചേർച്ച ഉണ്ടാകുന്നില്ല. ഒന്ന് ഒപ്പിച്ചു വരുമ്പം മറ്റൊന്ന് താഴേക്ക് പോകുന്ന ഒരവസ്ഥ. ലോർഡ് ജീസസ്, ഇതിന്റെ ആരംഭം 2005 ഇത് രൂക്ഷമായി തുടങ്ങിയത്. പരസ്പരം ചേരാത്തൊരവസ്ഥ, പരസ്പരം ഒത്തുവരാത്ത അവസ്ഥ. ഒരു വശം ഒക്കുമ്പോൾ മറുവശം ശൂന്യമായി പോകുന്നൊരു മേഖല. ഇന്ന് കർത്താവ് എന്നോട് പറയുന്നു, യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ ഡോർ അടയ്ക്കുക. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ. സിസ്റ്റർ ആമേൻ പറഞ്ഞ് സ്വീകരിക്കാവോ? ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി സംഭവിക്കും. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു രമ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. രമ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു വാക്ക് പറയുകയാണ്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. നിങ്ങളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു വഴി തുറക്കുവാൻ ആ ഒരു വ്യക്തി. അല്ല, ഞാൻ ഇപ്പൊ ഈ ഒരു ആലോചനയുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്ററെ,
ആ ആലോചനയോട് ബന്ധപ്പെട്ടാണ് മാർച്ച് 16 ബന്ധപ്പെട്ടാണ്. ആ സിസ്റ്ററെ ആ പേര് കുറിച്ച് വെച്ചോണേ. ആ ആ പേരൊന്ന് കുറിച്ച് വെച്ചോണം. ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവിനായി ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോവാം കേട്ടോ. ഹല്ലേലൂയ. ഇപ്പൊ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം, ഇല്ലെങ്കിൽ ആ പേര് കുറിച്ച് വെച്ചോണം കേട്ടോ. ഓ ഓ ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. നന്ദി യേശുവേ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു, പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവേ, അങ്ങ് ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം ആ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് കൽപ്പിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് എന്റെ രോഗത്തെ വഹിച്ചതാണ്, കർത്താവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിർത്താതെ മ്യൂട്ട് മാറ്റരുതേ, മ്യൂട്ട് മാറ്റാതെ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് നിരന്തരം പറയുക. സൗഖ്യത്തിന്റെ വലിയൊരു ശക്തി നമ്മുടെ ഇടയിൽ വ്യാപരിക്കുന്നുണ്ട്, സൗഖ്യത്തിന്റെ ശക്തി. അതുകൊണ്ട് പിടിച്ചെടുത്തു കൈവച്ച് പറഞ്ഞുകൊണ്ടിരുന്നോണം. കർത്താവ് എന്റെ രോഗം വഹിച്ചതാണ്, കർത്താവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവ് എന്റെ രോഗം വഹിച്ചതാണ്, കർത്താവിന്റെ അടിപ്പിണരുകളാൽ എന്റെ വേദന മാറിയിരിക്കുന്നു. കർത്താവ് എന്റെ രോഗം, എന്റെ ഏത് രോഗമാണോ അതിന്റെ പേര് പറ. പിശാച് കേക്കെ ആ പേര് പറ. യേശുവിന്റെ നാമത്തിൽ പേര് പറഞ്ഞുകൊണ്ട് പറ, ഇന്ന രോഗം യേശു വഹിച്ചതാണ്, അതുകൊണ്ട് ഇന്ന രോഗത്തിന് കർത്താവിന്റെ മുറിവിനാൽ സൗഖ്യം എനിക്ക് വന്നിരിക്കുന്നു. ഹല്ലേലൂയ. എന്നുള്ളത്തിൽ കർത്താവ് പറയുന്നു, ജെയിംസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ മെയ് മാസം ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് തൊടാൻ വേണ്ടി പോവാ. ജെയിംസിന്റെ ഭവനത്തിൽ മെയ് മാസം ജനിച്ച ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ കർത്താവ് തൊടാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ആരാണോ ജെയിംസിന്റെ ഭവനത്തിൽ മെയ് മാസത്തിൽ ജനിച്ചിരിക്കുന്നത്, എന്ന വ്യക്തിയുടെ മേൽ കർത്താവിന്റെ പ്രവൃത്തിയെ ദൈവം അയക്കുവാൻ വേണ്ടി പോകുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി കർത്താവേ. ഇപ്പോൾ തന്നെ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ശക്തി അവിടെ വ്യാപരിക്കുന്നല്ലോ, അങ്ങയുടെ പ്രവൃത്തി ഇന്ന് അവിടെ വ്യാപരിക്കുന്നല്ലോ. ഓ യേശുവേ, എന്നാ ജെയിംസിന്റെ ഭവനത്തിൽ ഇന്ന് മെയ് മാസത്തിൽ ജനിച്ച വ്യക്തിയെ കർത്താവ് ഇന്ന് തൊടുവാണ്. ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് വേർതിരിക്കാൻ വേണ്ടി പോവാണ്. ആരുമായി ബന്ധപ്പെട്ടതാണോ ആലോചന, ഇപ്പോൾ തന്നെ ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ചോണേ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവം. ലോർഡ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാനതിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, അങ്ങയുടെ അത്ഭുത കരം ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ, ആ കുടുംബത്തിന്റെ മേൽ വെളിപ്പെടുന്നല്ലോ, അവരുടെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെടുന്നല്ലോ. സകല പ്രതിസന്ധികളും നീങ്ങിപ്പോട്ടെ. ലോർഡ് ജീസസ്, നന്ദി കർത്താവേ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണേ. കർത്താവ് ഇന്ന് ആ ഭവനത്തെ അത്ഭുതമാക്കാൻ വേണ്ടി പോവാം. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. അങ്ങ് ഭവനങ്ങളെ തൊടുന്നല്ലോ, അങ്ങ് ഭവനങ്ങളെ സ്പർശിക്കുന്നല്ലോ. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഏപ്രിൽ മാസം 6 ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് തൊടുക. ഏപ്രിൽ മാസം 6 ജനിച്ച ഒരു വ്യക്തിയെ എന്നാ ഭവനത്തിന്റെ മേൽ സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം കർത്താവിനാൽ സംഭവിക്കാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവെ, അങ്ങയുടെ കരം എന്ന് വെളിപ്പെടുന്നല്ലോ. കർത്താവെ, അങ്ങയുടെ അത്ഭുത കരം എന്ന് വെളിപ്പെടുന്നല്ലോ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, കൃപ പെരുകുന്നതിനായി സ്തുതി. കൃപ പെരുകുന്നത് പറഞ്ഞു ആ പറഞ്ഞു പറയാൻ വേണ്ടിയാണോ സഹോദരങ്ങളെ മ്യൂട്ട് മാറ്റിയത്? ബ്രദർ, എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഏപ്രിൽ 6 തീയതിയാണ്. ഏപ്രിൽ 6 തീയതിയാണ്. കർത്താവ് ഇന്ന് വലിയൊരു പ്രവൃത്തി ആ വ്യക്തിയുടെ മേൽ ചെയ്യാൻ വേണ്ടി പോകുന്ന പറയുന്നു. സ്തോത്രം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ വലിയൊരു അഭിഷേകം വ്യാപരിക്കും കേട്ടോ. എന്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, അനേകരെ, വലിയൊരു ആഗ്രഹം മനസ്സിലുണ്ട് കർത്താവ്, അനേകരെ വിടിവിക്കുന്ന ഒരു വ്യക്തിയാക്കി എന്നെ എന്റെ ഭവനത്തെ തീർക്കണം.
കർത്താവിന്റെ ഉള്ളത്തിൽ പറയുന്നു, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോവാ. സ്തോത്രം. പല സമയങ്ങളിൽ പോലും കർത്താവ് വലിയ ആഗ്രഹത്തോടെ അനേകരെ നേടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിനായി ആമേൻ. പറ്റുന്നില്ല. ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒരു പരിധിക്കപ്പുറം കയറാൻ പറ്റുന്നില്ല. എന്നാ ബൗണ്ടറി പൊട്ടുക കേട്ടോ. ഞാൻ ആ വിഷയം എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ നൊന്തിരിക്കുന്ന ഒരു വിഷയമാണ് ഞാൻ ഇപ്പോൾ വചനത്തിൽ. കർത്താവ് അത് കേട്ട് സിസ്റ്ററെ. അതിനുള്ളത് കർത്താവ് പറയും, ഏപ്രിൽ 6 ജനിച്ച വ്യക്തി ഞാൻ അഭിഷേകം ചെയ്യുവാൻ എക്സ്ട്രാ ഓർഡിനറി അനോയിന്റിങ്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഈ നിമിഷം തന്നെ കർത്താവെ പുതിയൊരു അഭിഷേകം, വലിയൊരു പുതിയൊരു പകർച്ച സിസ്റ്റമേൽ നിന്ന് സംഭവിക്കും. യേശുവിനെ ഇന്ന് ഈ സഹോദരിക്ക് വേണ്ടി തന്നെയുള്ള ആലോചനയാണ്, മറ്റാർക്കും ഉള്ളതല്ല. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് അങ്ങനെ തന്നെ പറയുകയാണ്, ഇന്ന് ഈ സഹോദരിക്ക് തന്നെയുള്ള ആലോചനയാണ്, മറ്റാരും അത് സ്വീകരിക്കേണ്ട. ഇന്ന് വലിയൊരു അഭിഷേകം പുതിയ സിസ്റ്ററെ, വഹിക്കാൻ കഴിയാത്തൊരു ആത്മശക്തി വെളിപ്പെടുക. അവിടെ ഇരിക്കാൻ കഴിയാത്ത രീതിയിൽ ഭൂതങ്ങളുടെ മേൽ ഇന്ന് പിടിച്ചെടുക്കുന്ന ഒരു അഭിഷേകത്തിന്റെ വലിയൊരു ശക്തി വ്യാപരിക്കുക. ചില ഭവനങ്ങളെ വിടുവിച്ചെടുക്കുവാൻ കർത്താവ് ഇന്ന് ഉപയോഗിക്കാൻ വേണ്ടി പോയി. യേശുവിന്റെ നാമത്തിൽ അതിശക്തമായ ഒരു കാറ്റടിക്കുന്നു, അഭിഷേകത്തിന്റെ ഒരു കാറ്റടിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്റെ ഉള്ളത്തെ കർത്താവ് പറയുക, ആദ്യ മാന്യത ഭവനത്തിന്റെ അകത്ത് വെളിപ്പെടും കേട്ടോ. ഭവനത്തിന്റെ അകത്തൊന്നും പറയപ്പെട്ട ചില വാക്കുകളെ കർത്താവ് കേട്ടതാ കേട്ടോ. അവരെല്ലാവരുടെ നടുവിൽ ദൈവം സാക്ഷിയാക്കി അനേകരുടെ നടുവിൽ നിങ്ങളെ വെളിപ്പെടുത്താൻ വേണ്ടി പോവാ. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് അഭിഷേകത്തെ പകരുന്നപ്പ അങ്ങ് തൊടുന്ന കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ലോർഡ് ജീസസ്. ഗോഡ് ബ്ലസ് യു. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ലോർഡ് ജീസസ്. എല്ലാവരും പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവെ അങ്ങയുടെ അഭിഷേകത്തിന്റെ അഗ്നിക്കായി സ്തുതിക്കുന്നു. ദുഷ്ടന്റെ ആശയൊക്കെ നശിക്കും, അവൻ പല്ല് കടിച്ചുയരും, അവൻ തകരും. ദുഷ്ടന്റെ ആശയൊക്കെയും ഇന്ന് മാറിപ്പോവും. എല്ലാ മേഖലയിലും കർത്താവിനാൽ ഞങ്ങൾ അത്ഭുതമാകും. എല്ലാവരും പ്രാർത്ഥിച്ചു. യേശുവേ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു ചിത്ര എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ പറയും. ചിത്രയുടെ ഭവനത്തിൽ ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി കർത്താവ് ഉപയോഗിക്കാൻ വേണ്ടി പോവാ. ചിത്രയുമായി ബന്ധപ്പെട്ടത് ആരാണോ ചിത്രയുടെ ഭവനത്തിൽ കർത്താവിന്റെ വലിയ പ്രവൃത്തി ദൈവം അയക്കാൻ വേണ്ടി പോവാ. ഓ യേശുവേ, എൻ്റെ കർത്താവേ, ഞങ്ങളിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. കേൾക്കുന്നില്ല ചിത്ര? ഞാന് വീടും പറഞ്ഞോളൂ. ചിത്ര, ഞാൻ ഇന്നലെ വീട് വാടകയ്ക്ക് കൊടുത്ത് അവിടെ ജോയിൻ ചെയ്ത സ്ത്രീയാ. ഇന്നലെ ഞാൻ അവരോട് സുവിശേഷം പറഞ്ഞിരുന്നു. അതെ. അമ്മച്ചിയുടെ കൂടെ ഹോട്ടലിൽ ജോലി ചെയ്യണത് ചിത്ര. അവിടെ തന്നെ താമസിക്കുന്നത്. ഈ ചിത്രയുമായിട്ട് ഇപ്പൊ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ കർത്താവിനെ ജൂൺ മാസം ഇങ്ങനെ എടുത്ത് കണ്ടുകൊണ്ടിരിക്കുക. ജൂൺ മാസം ഇതാരാ? സൗകര്യങ്ങൾ ഈ സമയത്ത് ഇപ്പൊ പറഞ്ഞ ചിത്രയുടെ എന്റെ അമ്മ നാത്തൂൻ, ആ വീട്ടിൽ താമസിക്കുന്ന വീട്ടിലെ നാത്തൂൻ ജനിച്ചത് ജൂൺ 16-ാം തീയതി. എന്റെ ഹസ്ബൻഡ് ജൂൺ 5-ാം തീയതി. ഈ ചിത്രയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പറയുന്നത് ആണ് എന്ന് കർത്താവ് സ്പർശിക്കാൻ വേണ്ടി ഇന്ന് കർത്താവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോണെ. കർത്താവ് ഇന്ന് സ്പർശിക്കാൻ വേണ്ടി പോകും. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോ കർത്താവ് യേശുവിന്റെ നാമത്തിൽ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഞാനൊരു വ്യക്തിക്ക് വേണ്ടി ഇന്ന് എൻ്റെ കർത്താവ് ഉള്ളത്തിൽ അടയാളം കാണിക്കുവാണ്. ഒരു വ്യക്തി ഉപയോഗിക്കുന്ന 2 ബാഗുകൾ, ഒന്നൊരു ബ്രൗൺ കളറിലെ ബാഗും രണ്ടൊരു ബ്ലാക്ക് കളറിലെ ബാഗും എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ബ്രൗണും 2 ബാഗും ഒരു മുറിയിൽ തന്നെയാണ് തൂക്കിയിട്ടിരിക്കുന്നത്. ബ്രൗൺ കളറിലെയും ബ്ലാക്ക് കളറിലെയും ബാഗ്. ഞാൻ
പ്രേസോട് പാസ്റ്റർ, ഞാൻ ഹസ്ബൻഡിന്റെ ആണ്, സനൽകുമാർ എന്നാണ്, ഡിവൈസിലെ. ഈ പറഞ്ഞ ബാഗിന്റെ കാര്യമാണോ സിസ്റ്ററെ? അതെ 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 പാസ്റ്റർ. ഈ ബ്രൗൺ ബാഗും ബ്ലാക്ക് ബാഗും ആ മുറിയിലുണ്ടോ? ആ ഉണ്ട് ഉണ്ട്. ഈ സിസ്റ്ററുടെ നിങ്ങൾ എന്റെ റൂമിലുണ്ട് ബ്ലാക്കും ബ്രൗണും. എന്റെ ബാഗാണത്. ഓക്കെ, അതിന്റെ അകത്ത് ഓക്കെ സിസ്റ്ററെ, അതിന്റെ അകത്ത് ഈ ബ്രൗൺ കളറിലെ ബാഗിന്റെ അകത്ത് ഒരു കണ്ണാടിയുടെ പൗച്ച് കിടപ്പുണ്ടോ? ബ്രൗൺ കളറിലെ ഒന്ന് നോക്കാവോ? അതൊന്ന് നോക്കിക്കേ. അത് ഏത് ബാഗിന്റെ അകത്താണോ ഈ ബ്രൗൺ കളറിലെ ഈ ബാഗിന്റെ അകത്ത് കണ്ണാടിയുടെ പൗച്ച് കിടക്കുന്ന ബാഗ് എവിടെയാണോ, ഏത് ബാഗിലാണോ കിടക്കുന്നത്, ആ ബാഗുള്ള ഭവനം, ബ്ലാക്ക് ബാഗിലല്ല, ബ്രൗൺ കളറിലെ ഈ ബാഗിന്റെ അകത്ത് ഈ ഒരു കണ്ണാടിയുടെ പൗച്ച് കിടപ്പുണ്ട്, കണ്ണാടിയുമായിട്ട് ബന്ധപ്പെട്ട്. അത് ഏത്? എന്റെ വീട്ടിലാണ്. എന്റെ 2 ബാഗുണ്ട്. അതിൽ ഈ ബ്രൗൺ ബാഗിലാണ് ഈ കണ്ണാടിയുടെ പൗച്ച് കിടക്കുന്നത്. കണ്ടോ, ഞാൻ ചോദിച്ചതാണ്. ആ വീട് സിസ്റ്ററുടെ വീടാണോ? ബ്രദറെ, എന്റെ ബ്രൗൺ കളർ ബാഗാണ്. അത് കണ്ണാടിയുടെ ബ്രൗൺ കളർ പൗച്ചും ഉണ്ട്. കണ്ണാടി കിടക്കുന്നില്ല, കണ്ണാടിയുടെ പൗച്ചാ കിടക്കുന്നത്. ഓക്കെ ഓക്കെ. കണ്ണാടിയുടെ പൗച്ച് കിടക്കുന്ന ആരുടെ ബാഗിൽ? അത് ഞാൻ പൗച്ച് എടുത്ത് പറഞ്ഞു. അത് എന്റേതാണ്. കണ്ണാടിയില്ല, പൗച്ച് മാത്രമേ ഉള്ളൂ. അതെ അതെ. കാര്യം ഞാനിത് എന്നെ കാണിക്കുമ്പം അതിന്റെ അകത്ത് പൗച്ചും ഉള്ളു, കണ്ണാടി കാണാം. അതുകൊണ്ട് ഞാൻ എടുത്ത് ഞാൻ പറഞ്ഞത് കണ്ണാടിയുടെ പൗച്ചും എന്ന് ഞാൻ പറഞ്ഞത്. എന്ന് സിസ്റ്ററുടെ ബാഗിന്റെ അകത്ത് കിടക്കുന്നത് അല്ലേ? എന്റെ ബാഗിലാണ്. ഓ യേശുവേ, കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി. ഞാൻ ആ ഭവനത്തിന്റെ ഒരു നട കയറി ഒരാൺ തലമുറ ഇങ്ങനെ വരുന്നൊരു കാഴ്ച ഞാൻ കാണുക. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഒരാൺ തലമുറ ആ ഭവനത്തിന്റെ നട, അതായത് മുമ്പോട്ട് അകത്തോട്ട് ഇങ്ങനെ കയറി വരുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. അത് മോളുടെ മോനാണ്. മോളുണ്ട്. 2 പേർക്കും ഓരോ മോനുണ്ട്. മോളുടെ മോനായി കയറി വരുന്നല്ലേ? അതെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ എന്നാ കുടുംബത്തിന്റെ അകത്ത് കർത്താവിന്റെ ഒരു പ്രവൃത്തിയെ ദൈവം ചെയ്യുക, പ്രത്യേകിച്ച് ഈ തലമുറയുമായിട്ട് ബന്ധപ്പെട്ട്. ലോർഡ് ജീസസ്, പരിശുദ്ധാത്മാവെ, അഭിഷേകത്തിന്റെ തീ അവിടെ കത്തട്ടെ, എല്ലാ പ്രതിസന്ധികളും മാറട്ടെ. സിസ്റ്ററെ, ആ ബാഗ്, ആ ബ്രൗൺ കളറിലെ ബാഗുമായിട്ട് ബന്ധപ്പെട്ടൊരു നന്മ അതിന്റെ അകത്തുണ്ടാവും. ഞാനൊരു ഡോക്യുമെന്റ്സുകൾ ഇങ്ങനെ അതിന്റെ അകത്ത് വെച്ച് കൈമാറുന്ന ഒരു കാഴ്ച ഞാൻ കാണുക. എനിക്ക് അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ബ്രദറെ, എനിക്ക് പെൻഷൻ ആനുകൂല്യം ഒന്നും തന്നില്ലായിരുന്നു. അപ്പോഴത് എനിക്ക് ഈ മാസം തരാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് കുറച്ചേ തന്നുള്ളൂ, ബാക്കിയൊക്കെ കണക്കെടുത്ത് കൊടുത്തു. പക്ഷെ പിന്നെ എനിക്ക് കിട്ടിയില്ല. അപ്പോഴതിന്റെ ആ കണക്കെടുത്തതിന്റെ ഒരു പേപ്പർ എനിക്ക് എഴുതി തന്നത് എന്റെ ഈ ബാഗിൽ കിടപ്പുണ്ട്. ഓ കർത്താവേ, ദൈവത്തെ, ഇതുവല്ലോ സിസ്റ്റർ ഞങ്ങൾ കാണാൻ വല്ല വഴിയുണ്ടോ? ഇല്ല 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 ബ്രദറെ. ഇന്ന് കർത്താവ് അത് സീൽ ചെയ്യുവാണ്. ദുഷ്ടൻ അപഹരിക്കാൻ നോക്കിയതിനെ നമുക്ക് അനുഭവിക്കേണ്ട നിന്റെ അധ്വാനം നീ തന്നെ ഭക്ഷിക്കും. ഞാൻ ഭാഗ്യവാൻ, എനിക്ക് നന്മ വരുമെന്ന് പറഞ്ഞു. കണ്ടോ സിസ്റ്ററെ, ആ പേപ്പർ ഇപ്പൊ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് ശേഷമാണെങ്കിൽ ആ പേപ്പർ എടുത്തിട്ട് എന്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും. കേട്ടോ, ഞാൻ ഭാഗ്യവാൻ, എനിക്ക് നന്മ വരും. ഓ ലോർഡ് ജീസസ്. ഈ നവംബർ മാസം എന്നെ എടുത്തു കാണിക്കുക. നവംബർ മാസം എന്റെ ഇളയ മോളുടെ ബർത്ത്ഡേ ആണ്. നവംബർ 9. ഈ മോക്കാണ് ഈ മോനുള്ളത്? ഈ മോക്ക് ഒരു മോനുണ്ട്, മൂത്ത മോക്ക് ഒരു മോനുണ്ട്. നവംബർ മാസത്തിൽ ജനിച്ചത് ഇളയ മോളാ? ഇളയ മോളാ. അപ്പൊ ഈ മോനുമായിട്ട് ബന്ധപ്പെട്ട, കേട്ടോ, യേശുവിന്റെ മോളുടെ മോനുമായിട്ട് ബന്ധപ്പെട്ടാണ്. കർത്താവ് ഇന്ന് ഞങ്ങളത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾക്ക് നന്ദി, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ പറഞ്ഞ് പിടിച്ചോട്ടോ. യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവെ, അങ്ങയുടെ തിരു ശരീരത്തിനായി സ്തുതിക്കുന്നപ്പ, അങ്ങയുടെ തിരുരക്തത്തിനായി സ്തുതിക്കുന്നപ്പ, ഞങ്ങളെ വീണ്ടെടുത്ത് നിത്യതയിലേക്ക് എത്തിച്ച കർത്താവെ, അങ്ങയുടെ കൃപ സ്തുതിക്കുന്നപ്പ. യേശുവേ നന്ദി കർത്താവെ. ഇന്ന് രോഗികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. ആ ശരീരത്തിന്റെ അകത്ത് അത്ഭുതങ്ങൾ പകരപ്പെട്ടുകൊണ്ടിരിക്കുക. അസാധാരണമായ അത്ഭുതങ്ങൾ ശരീരത്തിന്റെ അകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. യേശുവേ നന്ദി, യേശുവേ നന്ദി. എൻ്റെ ഉള്ളത്തില് കർത്താവ് പറയുന്നു, ഫിലോമിന എന്ന് പറയുന്ന ഒരു മാതാവിന്റെ പെൺ തലമുറയെ കർത്താവ് എന്നെ എടുത്തു കാണിച്ചുകൊണ്ടിരിക്കുക. ഫിലോമിനയുടെ പെൺ തലമുറ.
ഇന്ന് ആ മകളുടെ മേൽ ഇന്ന് എൻ്റെ ഉള്ളത്തിൽ പറയാ ഭാരങ്ങൾ ഇറക്കി വെക്കുക, കർത്താവ് സഹായം എന്ന് പറയുക. ആരാണോ ഫിലോമിനയുടെ തലമുറ, ഇപ്പോൾ തന്നെ ആ മകളുടെ മേൽ കർത്താവിന്റെ പ്രവൃത്തിയെ എൻ്റെ ഒരു കൂട്ടുകാരിയാണ് ഫിലോമിന. അവളുടെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ എന്നോട് എപ്പോഴും പറയും. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. നാം ഇത് അയച്ചിട്ടുണ്ട് കേട്ടോ. കർത്താവ് സഹായമായി വെളിപ്പെടാൻ പോവാ. എന്തോ കേട്ടില്ല സിസ്റ്റർ, എക്കോ വരുന്നല്ലോ. ആ പറഞ്ഞു, ഇപ്പൊ കുഴപ്പമില്ല, പറഞ്ഞു. ഹസ്ബൻഡിന്റെ അമ്മ ഫിലോമിന, മോള് ഒരു തലമുറ അവൾക്ക് ഭയങ്കര ഭാരവും, പിള്ളേരെ ഓർത്ത് ഭയങ്കര ഭാരവും ബ്രദറെ. ആ താമസിക്കുന്ന വീട്ടിലെ ഇന്ന് കർത്താവിന്റെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവെ, ഞങ്ങൾ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, ദുഷ്ടന്റെ ആശകൾ നശിക്കും, അവൻ പല്ലി കടിച്ചുരുകും, അത്ഭുതകരമായ പ്രവൃത്തി അവിടെ സംഭവിക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ലോർഡ് ജീസസ്. ഓ സാറ്റ ബ്രീക ഫഷാല സിക്കേബന റോക സിയാന്തെ ഗസീക ഷതൂ ഷബ്രാകെ ഫസാന ഹസ്തേരിയാന്തരി. എൻ്റെ യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ, അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ, അങ്ങ് അത്ഭുതത്തിന്റെ ദൈവമാണല്ലോ അപ്പാ. ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് അസാധാരണമായ പ്രവൃത്തി അങ്ങ് ചെയ്യുമല്ലോ അപ്പാ. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പിതാവേ, കൃപ പെരുകുന്നല്ലോ. പറഞ്ഞു സിസ്റ്റർ. ഹലോ, ഞാനാണ് ഫിലോമിന. മോളുള്ളതാണോ? മോളുണ്ട്. മോളുള്ള ഫിലോമിന ആണെങ്കിൽ ഏറ്റെടുത്തോ. എന്നാ തലമുറയ്ക്ക് വേണ്ടി കർത്താവ് വെളിപ്പെടുത്താൻ വേണ്ടി പോവാന്ന് പറഞ്ഞു കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഗോഡ് ബ്ലസ് യു. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. റതൂഷതേ മകാനസേ തലാക റാകസീ ഫനാശതീരിക ബറാത തിരീഹുസാ ഫനാസറാതിരീക മസിയാന്തിരി കുസാറഹസ്തിരി. ഞാനൊരു 14 സെന്റ് സ്ഥലം എന്നെ കാണിക്കുക. ആ 14 സെന്റ് സ്ഥലത്തിന്റെ ആധാരത്തിന്റെ മേൽ എൻ്റെ ഉള്ള കർത്താവ് പറയുന്നു, അതൊരു ജോസിന്റെ സ്ഥലമാണ്. 14 സെന്റ് സ്ഥലം ജോസിന്റെ പേരിലുള്ള സ്ഥലമാണ് 14 സെന്റ് സ്ഥലം. എന്നാൽ ആ സ്ഥലം ഞാൻ കാണുന്നൊരു കാഴ്ച ഒരു ആത്മീയ കാഴ്ചയാണ്. അതിങ്ങനെ മൂടപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥ. അതിൻ്റെ അകത്തുനിന്നും നന്മ അനുഭവിക്കാൻ കഴിയാതെ മൂടപ്പെട്ട് കിടക്കുന്ന ഒരു അനുഭവത്തെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക. ഇന്ന് ആ 14 സെന്റ് സ്ഥലം ജോസിന്റെ പേരിൽ ഉള്ള അഡ്രസ്സിലുള്ള ആ സ്ഥലം, അതേത് ഭവനത്തിന്റെ ആണോ, ഇന്ന് അതിൻ്റെ അകത്ത് ഇപ്പോൾ തന്നെ ഒരു ഡെലിവറൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് നന്മ അനുഭവിക്കുവാൻ ഇടയാകും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരുമായി ബന്ധപ്പെട്ടതാണോ ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ റിലീസ് ചെയ്യുന്നപ്പ, യേശുവേ, കൃപ പെരുകുന്നല്ലോ. എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ. അത് അനുഭവിക്കാൻ തക്കവണ്ണം, നന്മ അനുഭവിക്കാൻ തക്കവണ്ണം അതിൻ്റെ അകത്തുനിന്നും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഉണ്ടായി വരട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നു. ആമേൻ പറഞ്ഞ് മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണേ. കർത്താവ് അതിൻ്റെ അകത്തുനിന്ന് നന്മകളെ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോവാം. നന്ദി യേശുവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ വീര്യപ്രവർത്തികൾക്കായി സ്തുതിക്കുന്നു. ലോർഡ് പറയാൻ വേണ്ടി 14 സെന്റ് സ്ഥലം എന്നാ പറയുന്നത്. എനിക്ക് 20 സെന്റ്, ജോസ് എന്നാണ് എന്റെ പേര്. 20 സെന്റ് സ്ഥലമുണ്ട്. അല്ല, ഇത് 14 സെന്റ് സ്ഥലമാണ്. 14 സെന്റ് സ്ഥലമാണ്. ഇതുമായിട്ട് ഇത് എന്റെ ഭർത്താവിന് വീതം കിട്ടിയത് 14 സെന്റ് സ്ഥലം. പക്ഷെ ഞങ്ങൾ അതൊന്നും ചെയ്യാതെ അവിടെ കിടക്കുക. ഞങ്ങള് എല്ലാവർക്കും 5 ആണുങ്ങളുണ്ട്, 5 ആണുങ്ങൾക്കും ഉണ്ട്. പക്ഷെ മറ്റുള്ളവരെല്ലാം അത് കൃഷി ചെയ്യും, ഇതെല്ലാ കാര്യങ്ങളൊക്കെ അവര് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ മാത്രം അതവിടെ ഇങ്ങനെ പുല്ല് കയറി കിടക്കുക. അതിനകത്ത് എന്തൊക്കെയോ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങളന്ന് പുല്ല് വെട്ടാൻ പോലും പോകുന്നില്ല. അതിലുള്ള തെങ്ങിൽ നിന്നുള്ള അനുഭവം എടുക്കാൻ ഒന്നിനും ഞങ്ങൾ പോകുന്നില്ല. അപ്പൊ ഹസ്ബൻഡിനോട് എത്ര നിർബന്ധിച്ചാലും കക്ഷി അത് പോകത്തില്ല, അത് എടുക്കുന്നുമില്ല. എന്തുവാന്ന് എനിക്കും അറിയത്തില്ല. അങ്ങനെ
ഈ ജോസുമായിട്ട് ഇതൊരു തന്നെ ബന്ധനം പോലെയാണ്. ജോസാണ് എന്റെ ഭർത്താവിന്റെ പേരാ ജോസ്. കണ്ടോ? 14 സെന്റ് സ്ഥലമാണോ? അതെ, 14 സെന്റ് സ്ഥലം. അവർക്ക് 14 സെന്റ് എല്ലാവർക്കും വീതം കിട്ടിയ സ്ഥലം. ഞങ്ങളുടെ സ്ഥലം മാത്രം ഇങ്ങനെ പുല്ലുകൾ താഴെ കിടക്കുക. പിടിച്ചു എന്ത് കിടക്കുക. ചെയ്ത് അങ്ങോട്ട് അകത്ത് കടക്കാൻ പറ്റത്തില്ല. മീൻസ് അങ്ങ് പോകാൻ നമുക്ക് തോന്നത്തേ ഇല്ല. ഞാൻ ഈ ഞങ്ങൾ ഒരു വേറൊരിടത്താ താമസിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞപ്പോ ഒരു വാക്ക് കേട്ടായിരുന്നു, മൂടപ്പെട്ട് കിടക്കാന്നൊരു വാക്ക് കേട്ടായിരുന്നു. അത് ഞാൻ കേട്ടു, ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തു ആ വേട് ബ്രദറെ. അത് നമുക്ക് അനുഭവിക്കാതിരിപ്പാൻ തക്കവണ്ണം അതിന്റെ മേലുള്ള ഒരു പ്രവൃത്തി ഇന്ന് ഇവിടുന്ന് അഴിയും കേട്ടോ. കാര്യം ആ സ്ഥലം നമുക്കൊരു അനുഗ്രഹമാകേണ്ടതാ. പക്ഷെ നിങ്ങൾക്കത് എന്താ പറയുന്നത്, അതിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ അവിടുന്ന് വലിയൊരു നന്മ ആ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് നിങ്ങൾക്ക്. അത് വലിയൊരു വഴിത്തിരിവാ. അപ്പൊ ഞാനിന്ന് അനുഗ്രഹിച്ച് പറഞ്ഞു. എത്ര നിർബന്ധിച്ചാലും അവിടെ ഒന്നും പോകത്തുമില്ല, ആ സ്ഥലത്തേക്കേ പോകത്തില്ല. അത് കുറെ തെങ്ങും തേങ്ങയൊക്കെ ഉണ്ട്. ഒരു കാര്യം ഞങ്ങൾ അവിടെ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. മീൻസ് അത് എന്തോ ഞങ്ങൾക്ക് തോന്നുന്നില്ല, അങ്ങോട്ട് കടക്കാൻ പറ്റത്തില്ല. അതുപോലെ മൂടപ്പെട്ട, ബ്രദർ പറഞ്ഞ പോലെ തന്നെ മൂടപ്പെട്ട ഒരു അവസ്ഥയാ. ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കത്തില്ല എന്നുള്ള ഒരു ടെൻഡൻസി പോലെ. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനും തോന്നുന്നില്ല. ഇന്ന് ആ ബന്ധനം സിസ്റ്റർ യേശുവിന്റെ നാമത്തിൽ ഇന്ന് അഴിയാൻ പോകും കേട്ടോ. ഓ കർത്താവ്, ഇന്ന് പ്രിയ മക്കളുടെ ജീവിതത്തിന്റെ അകത്ത് ആ ഒഴിയാ ബാധ നിൽക്കുന്നതിനെ ഇതിന്റെ അകത്തുനിന്ന് വെട്ടിമാറ്റുന്നു. അത്ഭുതകരമായി തന്നെ പ്രവൃത്തിയെ വേർതിരിക്കുന്നു. ആമേൻ പറഞ്ഞ് സിസ്റ്റർ സ്വീകരിച്ചു. അതിനകത്തുനിന്ന് നന്മ ഉണ്ടാകാൻ വേണ്ടി പോട്ടോ. അവിടുന്ന് ഒരു നന്മ ആരംഭിക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. God bless you, God bless you, God bless you, God bless you, God bless you. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. എല്ലാവരും പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, യേശുവേ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. Hallelujah. Thank you, Holy Spirit. Thank you, Holy Spirit. ഈ ജൂൺ മാസം ജനിച്ച റീബ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭവനവേദ. ജൂൺ മാസത്തിൽ ജനിച്ച റീബ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാരാ? ഇന്ന് ആ ഭവനത്തിന്റെ അകത്ത് കർത്താവിന്റെ ഒരു പ്രവൃത്തി ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് നടക്കാൻ വേണ്ടി പോവാ. റീബ എന്ന് പറയുന്ന വ്യക്തി ജൂൺ മാസവുമായിട്ട് ബന്ധമുള്ളത് ആരാണോ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിന്റെ വലിയ പ്രവൃത്തി എന്ന മകളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അനർത്ഥം വിട്ടൊഴിയട്ടെ. എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ ഒരു വാക്ക് പറയണം, ആ ബാധ ഒഴിഞ്ഞു എന്ന് പറയുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി അവിടെ വെളിപ്പെടുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങളിപ്പോൾ തന്നെ പ്രാർത്ഥിച്ചെന്ന് അനുഗ്രഹിക്കുന്നു. ദിവ്യ സമാധാനം വാഴട്ടെ, ദിവ്യ സമാധാനം വാഴട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്ന സഹോദരങ്ങളെ, ആലോചന കഴിഞ്ഞിട്ടില്ല, കൈയെടുത്ത് വെക്കാവോ? ആ രോഗമുള്ള ഭാഗത്തേക്ക് കൈയെടുത്ത് വെക്കാവോ? വേദനയുള്ള ഭാഗത്ത് കൈയെടുത്ത് വെക്കാവോ? രോഗാവസ്ഥയിൽ കിടക്കുന്ന അടുത്ത വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മേൽ കൈയെടുത്ത് വെക്കാവോ? എന്നിട്ട് എൻ്റെ കൂടെ ഒന്ന് പറയാവോ? ഇന്ന് അത്ഭുതമാണ്, ഇന്ന് അത്ഭുതമാണ്. ഇന്ന് ആ ചെവി തുറന്നു വരും കേട്ടോ. ഇന്ന് ആ കണ്ണാടി ഊരി മാറ്റിക്ക്, കണ്ണാടി ഇല്ലാതെയൊക്കെ വായിക്കാൻ പോവാ. ആ ഇയർബഡ്സ് ഊരി മാറ്റിക്ക്, ഇതില്ലാതെ കേൾക്കാൻ വേണ്ടി പോവാ. ആ നടുവിന്റെ മേൽ കൈവച്ച് ബെൽറ്റ് ഇല്ലാതെ ഞാൻ നടക്കാൻ പോവാ. ആ വാക്കിംഗ് സ്റ്റിക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് അതിനോട് പറ, ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്റെ സഹായമില്ലാതെ നടക്കാൻ വേണ്ടി പോവാ. ആ ശരീരത്തിന്റെ അകത്ത് വ്യാപരിക്കുന്ന എല്ലാ രോഗങ്ങളും യേശു ക്രൂശിൽ വഹിച്ചതാ. എൻ്റെ പ്രിയരെ, നിങ്ങൾ രോഗിയാകാനുള്ള വിലയല്ല കർത്താവ് കൊടുത്തത്, സൗഖ്യമാകാനാണ്. കടഭാരത്തിന്റെ അകത്തിരിക്കുന്നവർ ആ പേഴ്സൊക്കെ എടുത്തു വെച്ച്, ATM കാർഡൊക്കെ എടുത്തു വെച്ച് മിറക്കിൾ മണിയെ റിലീസാകാൻ വേണ്ടി പോവാം. സാമ്പത്തിക കുരുക്കുകൾ ഇന്ന് അഴിയും, സാമ്പത്തിക കുരുക്കുകൾ അഴിയും, കെട്ടുകൾ ഇന്ന് പൊട്ടും. യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. കൈയെടുത്ത് വെക്കാവോ? രോഗമുള്ള ഭാഗത്ത്, വേദനയുള്ള ഭാഗത്ത് കൈയെടുത്ത് വെക്കാവോ? യേശുവിന്റെ നാമത്തിൽ കൈയെടുത്ത് വെക്കാവോ?
കൈയെടുത്ത് വെച്ച് ഇപ്പോൾ തന്നെ ശക്തിയുടെ വ്യാപാരം എന്ന് വെളിപ്പെടാൻ വേണ്ടി, ദൈവശക്തിയുടെ വ്യാപാരം. ആ വേദനകൾ ഇന്ന് വേരോടെ മാറിപ്പോ പൂർണ്ണ സൗഖ്യം. അതാണ് നമ്മുടെ അവകാശം കേട്ടോ. ഏത് ക്യാൻസറും സൗഖ്യമാകും, ഏത് ട്യൂമറും വിട്ടുമാറും, ഏത് നീരും വറ്റും, ഏത് ആന്തരിക അവയവമാണോ ഫെയിലായത് ഇന്ന് പുതിയതുണ്ടായി വരാൻ വേണ്ടി പോവാ. മുടന്തൻ തുള്ളും കേട്ടോ, ചെകിടൻ കേൾക്കും കേട്ടോ, ഊമർ സംസാരിക്കും, കുഷ്ഠരോഗി ശുദ്ധമാകും, ഭൂതങ്ങൾ വിട്ടുപോകും. ഇന്ന് പരിശുദ്ധാത്മാവെ അങ്ങ് തീ പോലെ കർത്താവെ ഞങ്ങളുടെ മേലേക്ക് വരുമല്ലോ. ഓ കൈവച്ച് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവായ യേശുവെ, ഞങ്ങളുടെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിന്റെ അടിപ്പിണരുകളാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിന്റെ അടിപ്പിണരുകളാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. യേശു ക്രിസ്തു ഞങ്ങളുടെ രോഗത്തെ വഹിച്ചതാണ്. കർത്താവ് ഞങ്ങളുടെ വേദനകളെ ചുമന്നതാണ്. ഓ യേശുവിന്റെ നാമത്തിൽ അസാധാരണമായ ഒരു ദൈവശക്തിയുടെ വ്യാപാര ശരീരത്തിന്റെ മേൽ വ്യാപരിക്കുക. പെയിൻ, ആ കൈക്കകത്തോട്ട് ദൈവശക്തി വ്യാപരിക്കുക, അസ്ഥിക്കകത്തോട്ട് ദൈവശക്തി വ്യാപരിക്കുക, ഞരമ്പിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുക. സകല ഭൂതങ്ങൾ വിട്ടുമാറുക, സകല പൈശാചിക ശക്തികളും വിട്ടുമാറുക, സകല സാമ്പത്തിക കുരുക്കുകളും അഴിഞ്ഞു മാറുക, ആ മാനസിക വിഭ്രാന്തികൾ വിട്ടുമാറുക, ഭാരങ്ങൾ, ടെൻഷനുകൾ, ഡിപ്രഷനുകൾ, ആ ദുരാത്മാവിനെ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഓ ബ്രാബല ശബന, ഈ മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന കർത്താവെ, ഞങ്ങളുടെ ശക്തി വ്യാപരിക്കുന്നല്ലോ. ഹീലിംഗ് പവർ ഈസ് മൂവിങ്, ഹീലിംഗ് പവർ ഈസ് മൂവിങ്, ഹീലിംഗ് പവർ ഈസ് മൂവിങ്, ഹീലിംഗ് പവർ ഈസ് മൂവിങ്, ഹീലിംഗ് പവർ ഈസ് മൂവിങ്. ഓ ഷഖന ഫലാസി പ്രാന്തകസി ആന്തരി, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ വേദനയുടെ മേലേക്ക് ഒരു തീ അങ്ങോട്ട് കത്തു കേട്ടോ. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കണ്ണെ തുറന്നുവാ, കാതെ തുറന്നുവാ, കാലെ നേരെയാകുക യേശുവിന്റെ നാമത്തിൽ. പുതിയ അവയമുണ്ടായി വരുന്നു. ചാടി എണീറ്റോ, തുള്ളി നോക്കിക്കോ, അത്ഭുതം നടന്നു കഴിഞ്ഞു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കൈയെടുത്ത് ചെക്ക് ചെയ്ത്, പെട്ടെന്ന് ചെക്ക് ചെയ്ത്, പെട്ടെന്ന് ചെക്ക് ചെയ്ത്, ശരീരത്തിന്റെ അകത്ത് എനിക്കൊരു പൂർണ്ണ സൗഖ്യം അനുഭവിക്കുവാൻ വേണ്ടി കഴിയുന്നവരും, എനിക്കൊരു പൂർണ്ണ വിടുതൽ അവിടെ സംഭവിച്ചു എന്ന് പറയുന്ന സഹോദരങ്ങളും മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റാവോ? എനിക്കതൊരു സാക്ഷ്യമുള്ളവരും ഈ സമയത്ത് മ്യൂട്ട് മാറ്റാം. അതിന് മുമ്പായിട്ട് കർത്താവിന്റെ വേലയിൽ വിതച്ചു വരുന്ന ബ്ലസ് ചെയ്ത് നിങ്ങൾ മ്യൂട്ട് മാറ്റി നിന്നോ. ഞാനിന്ന് പ്രാർത്ഥിച്ചോട്ടെ. കർത്താവെ, ഞങ്ങളുടെ വേലയിൽ വിതച്ച മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അപ്പൊ ആ വിതയ്ക്കുന്നവൻ കൊയ്യുക തന്നെ ചെയ്യും. കർത്താവ് അവരുടെ ജീവിതത്തിൽ അവർ നന്മയിൽ നിന്ന് അവർ ഓഹരികൾ മാറ്റിവെക്കുമ്പോൾ ഒരു വചനം ഉറപ്പാണ്, ഇനി വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കും. മനുഷ്യന്റെ സമ്പത്തല്ല, ഞങ്ങളുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ആ യഹോവ പറയുന്നു നീ വായ്പ മേടിക്കത്തില്ല. യഹോവ പറയുന്നു നീ വാരി വിതറി കൊടുക്കും. യഹോവ പറയുന്നു യഹോവ എന്റെ കളപ്പുരകളെ ഞാൻ തൊടുന്ന എല്ലാറ്റിലും അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുന്നു. യഹോവ പറയുന്നു നീ ഉയർച്ച തന്നെ പ്രാപിക്കും. ആ വചനത്താൽ ബ്ലസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സാക്ഷ്യമുള്ള സഹോദരങ്ങളെ ഒന്ന് മ്യൂട്ട് മാറ്റി പറഞ്ഞാട്ടെ. സാക്ഷ്യമുള്ളവർ വേഗത്തിൽ പറഞ്ഞാട്ടെ. സാക്ഷ്യമുള്ളവരാണോ പറയാൻ നിൽക്കുന്നത്? ബ്രദറെ ഒരു കാര്യം പറഞ്ഞോളട്ടെ. ബ്രദറെ, എന്റെ ജെയിംസിന്റെ ഭവനത്തിന് വേണ്ടി ഒരു സന്ദേശം നൽകിയിരുന്നല്ലോ. ജെയിംസ് എന്റെ അനുജനാണ്. അവരെ 20 വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ സ്ഥലമെല്ലാം വിറ്റുപോയി. 20 വർഷമായിട്ട് അവർ വാടകയ്ക്ക് താമസിക്കുകയാണ്. അവന്റെ ഭാര്യ ഇപ്പോൾ പുഷ്പഗിരി ആശുപത്രി ICUയിലാണ്. 2 മക്കളുണ്ട്. മൂത്തവൻ കല്യാണം കഴിച്ച് ഡിവോഴ്സായി. രണ്ടാമത്തവന് ജോലി അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് കഴിയുന്നത്. ആ മകന് വേണ്ടിയുള്ള സന്ദേശമാണോ ബ്രദർ തന്നിട്ട്? ഞാൻ ജെയിംസിന്റെ കുടുംബത്തിന്റെ അകത്തൊരു ഡേറ്റും കൂടെ വെളിപ്പെട്ടായിരുന്നു ബ്രദറെ, ഓർമ്മയുണ്ടോ? അതോ ആരെങ്കിലും? എന്തോ മെയ് 4 എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു. മെയ് 4 എന്നാണോ മെയ് മാസം എന്നാണോ വെളിപ്പെട്ടത്? മെയ് മാസമാണെന്ന് എനിക്ക് തോന്നുന്നു. മെയ്യുമായിട്ട് ബന്ധപ്പെട്ടത് ആരാന്ന് പറയുക കുടുംബത്തില്? അത് അവരോട് ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിക്കുക കേട്ടോ, ചോദിക്കണേ. ഗോഡ് ബ്ലസ് യു. പ്രാർത്ഥിക്കുക. അടുത്ത മാസം ഓഗസ്റ്റ് മാസം നമ്മൾ പത്തനംതിട്ടയിലുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ഹോളുകൾ അന്വേഷിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. കാര്യം സഹോദരങ്ങൾ, നമ്മുടെ പ്രെയർ ലൈനിലെ സഹോദരങ്ങൾ പറഞ്ഞിരുന്നു നിങ്ങൾ ഹോള് കണ്ടുപിടിച്ചു.
അപ്പൊ നമുക്കിനി അവിടെയുള്ള ആൾക്കാരൊക്കെ പറയണം, കർത്താവിന്റെ നാമത്തിൽ അവിടെ രോഗികളെ കൂട്ടിക്കൊണ്ട് വരണം. ഞാൻ ഓൺലൈനിൽ നിങ്ങളുടെ ആ മീറ്റിംഗിൽ പങ്കുചേരുന്നതായിരിക്കും. അപ്പം പത്തനംതിട്ടയിൽ വലിയ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് UK മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അടുത്ത മാസം ഓഗസ്റ്റിൽ ഡേറ്റ് ഞാൻ പറയുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന ഡേറ്റ് ഞാൻ പറയാം. അപ്പൊ വലിയ പ്രവർത്തിക്ക് വേണ്ടി കർത്താവ് അവിടെ വേർതിരിക്കും. സാക്ഷ്യമുള്ളവർ പെട്ടെന്ന് പറഞ്ഞാട്ടെ. ആ ഒരു സാക്ഷ്യം പറഞ്ഞോട്ടെ. ധൈര്യമായിട്ട് പറഞ്ഞു സിസ്റ്റർ. ഹലോ പറഞ്ഞു ഹലോ പറഞ്ഞു കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. കേൾക്കുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്. സിസ്റ്ററെ കേൾക്കുന്നുണ്ടോ? ബ്രദറെ കേൾക്കാമോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. സാക്ഷ്യം പറഞ്ഞോട്ടെ. പറഞ്ഞു, ഉറക്കെ പറഞ്ഞ കേൾക്കുന്നില്ലേ? ഓക്കെ. കഴിഞ്ഞ വെള്ളിയാഴ്ച ബ്രദർ ഒരു ദൂത് പറഞ്ഞായിരുന്നു. ഒരു പിതാവിന്റെ ഭവനം, ചാക്കോ എന്ന് പറഞ്ഞൊരു പിതാവിന്റെ ഭവനത്തില് ഒരു ഫോട്ടോ ഉണ്ടെന്നും അവിടെ ഒരു ലേഡി ഇങ്ങനെ മാലയെ പിടിച്ചുകൊണ്ട് ഭാരപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുന്നു ബ്രദർ ഒരു ദൂത് പറഞ്ഞായിരുന്നു. ഞാൻ അത് ഏറ്റെടുത്തായിരുന്നു അന്ന്. അപ്പൊ ഒരു വലിയ വഴി തുറക്കാൻ പോവാണെന്നും സ്വസ്ഥതയോടെ ഉറങ്ങാനുള്ള ഒരു കൃപ ദൈവം തരുവാന്ന് ബ്രദർ അന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ആ സമയത്ത് എന്റെ ജോലിയുടെ ഭാഗമായിട്ട് എനിക്ക് വെയിൽസിലേക്ക് മാറേണ്ടതായിട്ട് വന്നായിരുന്നു. അതുകൊണ്ട് കുഞ്ഞിന്റെ അഡ്മിഷന്റെ കാര്യത്തിൽ ഒരു വീടിന് വേണ്ടിയിട്ട് ഓർത്തായിരുന്നു ഞാൻ അന്ന് ഭാരപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു ദൂത് കേട്ടതിന് ശേഷം എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു എന്റെ മനസ്സിന്. അപ്പം ഇന്നലെ അപ്പം ഞാൻ ഒരു വീട് ഒക്കെ ഏകദേശം ശരിയായിരുന്നു. പക്ഷെ പിന്നീട് ആ ലാൻഡ്ലോഡിനെ വിളിച്ചിട്ടൊന്നും റിപ്ലൈ ഒന്നും ഇല്ലായിരുന്നു. ഫോൺ ചെയ്തിട്ട് എടുക്കുന്നൊന്നും ഇല്ലായിരുന്നു. മെസ്സേജ് അയച്ചു, റിപ്ലൈ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് ഇനി അത് ശരിയാവത്തില്ലായിരിക്കും എന്ന് വിചാരിച്ചായിരുന്നു ഞാൻ ഭാരപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നലെ രാവിലെ ലാൻഡ്ലോഡ് വിളിച്ചു 16-ാം തീയതിക്ക് എഗ്രിമെന്റ് എല്ലാം റെഡി ആക്കുവാന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കതൊരു വലിയ സമാധാനമായി. പിന്നെ ഇന്ന് കൊച്ചിന്റെ സ്കൂളിന് വേണ്ടി അഡ്മിഷൻ നോക്കിയപ്പം ഒരു സ്കൂളിൽ വിളിച്ചു ചോദിച്ചപ്പം വേക്കൻസി ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ വിളിക്കാൻ പറഞ്ഞായിരുന്നു. പക്ഷെ അവര് തിരിച്ചു വിളിക്കുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് അവർ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞിന് അഡ്മിഷൻ ശരിയായി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഭാരപ്പെട്ടിരുന്ന 2 വിഷയവും ദൈവം എനിക്ക് സാധിച്ചു തന്നു. തീർച്ചയായിട്ടും കർത്താവ് ഇന്ന് ആ ദൂത് ഇടപെട്ട് ആലോചന ദൈവം ഇടപെട്ട ഡെലിവറൻസ് ചെയ്തതാണ് കർത്താവ്. സഹോദരങ്ങളെ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ആൻസി സിസ്റ്ററെ, നമുക്ക് പ്രാർത്ഥന കഴിഞ്ഞ ശേഷം സംസാരിക്കാം. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് ഇനിയും നടത്തും. ആ വെയിൽസിൽ വലിയൊരു ദൈവപ്രവർത്തിക്ക് വേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കുക കേട്ടോ. നമുക്ക് അവിടെ വെച്ച് കാണാം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു. ബ്രദറെ, എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് ഭയങ്കര ഇങ്ങനെ ഗ്യാസിന്റെ അസ്വസ്ഥത, വിമ്മിഷ്ടം, തലവേദന. ഞാൻ എന്നും രാത്രിയില് പ്രാർത്ഥനയിൽ കയറി പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്നലെ ഞാൻ രാത്രിയില് പ്രാർത്ഥനയിൽ ഞാൻ ചേർന്ന് പ്രാർത്ഥിച്ച് ദൈവത്തോട് പറഞ്ഞേമേ ഇന്ന് എനിക്കൊരു പൂർണ്ണമായ ഒരു വിടുതൽ തരണം, നാളെ എനിക്ക് സാക്ഷ്യം പറയണം എന്ന് രാത്രി. എന്നിട്ട് ഞാൻ ഇന്നലെ സാക്ഷ്യം പറഞ്ഞില്ല ബ്രദറെ. രാവിലെ എഴുന്നേറ്റ് എനിക്ക് പ്രാർത്ഥിക്കാനിരിക്കാൻ നോക്കുന്നില്ല, ഇങ്ങനെ തുറക്കാൻ നോക്കുന്നില്ല, ഒന്നും പറയാൻ നോക്കുന്നില്ല. എനിക്കങ്ങ് തലവേദനയെ വിമ്മിഷ്ടം എല്ലാം കൂടെ. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ ബ്രദർ പറഞ്ഞ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ നിമിഷം തന്നെ എനിക്ക് എന്റെ തലവേദനയെല്ലാം വിട്ടുമാറി, പൂർണ്ണമായി വിടുതൽ തന്നു. നന്ദി കർത്താവെ. പൂർണ്ണ സൗഖ്യം നമ്മുടെ അവകാശമാണ്. കർത്താവ് അത് ചെയ്ത് കഴിഞ്ഞ കൃപയ്ക്ക് നന്ദി പറയുന്നപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു. ആലപ്പുഴ പ്രയർ സ്റ്റേഷന്റെ അന്നത്തെ ഇതില് ബ്രദർ പറഞ്ഞിരുന്നു ബേബിയുടെ ഭവനം അനുഗ്രഹിക്കപ്പെടണമെന്ന്. ഹലോ ഹലോ ബേബിയുടെ ഭവനം കർത്താവ് തുടർന്ന് അനുഗ്രഹിക്കപ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ 10 മാസമായിട്ട് ജോലി ഇല്ലാതിരിക്കായിരുന്നു. ഇന്നിപ്പോ എനിക്ക് ജോലിയിൽ കയറാനായിട്ട് ഇപ്പൊ നാളെ ജോയിൻ ചെയ്യാനായിട്ട് ജോലി കിട്ടിയിട്ടുണ്ട്. നാളെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഹലോ. ഇത് തീർച്ചയായിട്ടും കർത്താവിന്റെ ഒരു അത്ഭുതമാണ്. പരിശുദ്ധ സൗരി പറഞ്ഞതുപോലെ ആലപ്പുഴ മീറ്റിംഗ് വെച്ച് 10 മാസമായിട്ട് ജോലി ഇല്ലാതിരിക്കുവായിരുന്നല്ലേ സിസ്റ്ററെ? മാസമായിരുന്നു ആലപ്പുഴ നടന്നത്.
അല്ല 10 മാസമായിട്ട് ജോലി ഇല്ലാതിരിക്കുമായിരുന്നു, അതല്ലേ പറഞ്ഞ സിസ്റ്റർ? എനിക്ക് ജോലി ഇല്ലാതെ 10 മാസമായി. 10 മാസം ആലപ്പുഴ മീറ്റിംഗ് വെച്ച് ദൈവാത്മാവ് പേര് വെളിപ്പെടുത്തി അല്ലെ, ബേബിയുടെ ഭവനത്തിൽ ദൈവം അത്ഭുതം ചെയ്യാൻ വേണ്ടി പോവാന്നല്ലേ? ഹലോ സിസ്റ്റർ, ആ ദൂത് നാളെ ജോയിൻ ചെയ്യാണ്. നാളെ ജോയിൻ ചെയ്യാം. ഇത് വലിയൊരു അത്ഭുതമാണ്. എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ഇത് വലിയൊരു അത്ഭുതമാണ്. സിസ്റ്റർ പറഞ്ഞത് തന്നെ 10 മാസമായിട്ട് ജോലി ഇല്ലാതിരിക്കുമായിരുന്നാൽ അത് ഡെലിവറൻസ് ആണ് അവിടെ നടന്നത്. ആ ദൈവം പേര് ചൊല്ലി വിളിച്ചു. ആ ബേബിയുടെ ഭവനത്തിൽ ഒരു അത്ഭുതം നടക്കാൻ വേണ്ടി പോകാന്ന് പറഞ്ഞപ്പം നമ്മുടെ പല നന്മകളും നമുക്ക് മുമ്പിൽ വരാതിരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, അത് സ്വാഭാവികമല്ല. ഒരു ഡെലിവറൻസ് നമുക്ക് ആവശ്യമാണ് എന്ന് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അന്ന് ആലപ്പുഴ മീറ്റിംഗിൽ പരിശുദ്ധാത്മാവ് പേര് ചൊല്ലി വിളിച്ചു ഭവനത്തിലെ വെളിപ്പെടുത്തി. ഇന്ന് ആ ഭവനത്തിൽ അത്ഭുതകരമായി ഇന്നൊരു വഴി തുറന്നു. സിസ്റ്റർ ധൈര്യമായിട്ട് പോവാ, ദൈവം തുറന്ന വഴിയാണത്. അവിടെ ദൈവത്തിന് ഒത്തിരി കാര്യം ചെയ്യാനുണ്ട്. പ്രാർത്ഥനയോടെ തന്നെ വെക്കോണേ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ബ്രദർ, എനിക്ക് നെറ്റ് ഇത് കട്ടായി കേൾക്കാൻ പറ്റിയില്ല. കുഴപ്പമില്ല സിസ്റ്റർ, യൂട്യൂബിലുണ്ട്. സിസ്റ്റർ ധൈര്യമായിട്ട് പൊക്കോണം. ദൈവം തുറന്ന വഴിയാണ്, ദൈവത്താൽ അയക്കപ്പെടുന്നതാണ്. അപ്പൊ ഒരു ഭാരവും വേണ്ട, അവിടെ ദൈവത്തിന് ഒത്തിരി കാര്യം ചെയ്യാനുണ്ട് കേട്ടോ. എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചതിലും ഇതാണ് മറ്റേ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലാണ് കിട്ടിയിട്ടുള്ളത്. അതാ പറഞ്ഞ കർത്താവ് നമുക്ക് ഡെലിവറൻസ് ആ സമയത്ത് ആവശ്യമായിരുന്നു. ദൈവ പേര് ചൊല്ലി വിളിച്ച് നമുക്ക് ഡെലിവറൻസ് തന്ന കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. പറഞ്ഞു സിസ്റ്റർ. എറണാകുളം ഉണ്ടായ മീറ്റിംഗില് ഒരു ജോൺസൺ എന്നൊരു വ്യക്തി 2 കൊല്ലമായിട്ട് ഡോക്യുമെന്റ് ആയിട്ട് നടക്കുന്ന അവനെ സഹായിക്കുന്നു പറഞ്ഞതായി ബ്രദർ പറഞ്ഞു. അത് എനിക്ക് ഇങ്ങോട്ട് മാറ്റാൻ പറ്റിയിരുന്നില്ല. അപ്പൊ ബിസിനസ് സംബന്ധമായിട്ട് ഞാൻ 2 കൊല്ലമായിട്ട് വളരെയധികം വിഷമത്തിൽ നടക്കണം, കയറാൻ പറ്റാത്ത രീതിയിൽ സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ജോൺസൺ ബ്രദർ എനിക്ക് ഹെൽപ്പ് ചെയ്യാം, ആളുടെ ബിസിനസ്സിൽ കാശ് കിട്ടിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ബ്രദർ ഇങ്ങനെ ഒരു ആലോചന പറഞ്ഞത്. ഞാൻ ഏറ്റെടുക്കുകയാണ്. കർത്താവ് ഒരു സാക്ഷിയാക്കി മാറ്റും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ, എന്തോ പറഞ്ഞു. ഹലോ, പ്രൈസ് ബ്രദറെ. ഞാൻ സാക്ഷ്യം പറഞ്ഞോട്ടെ. പറഞ്ഞു. ഒരാഴ്ച മുമ്പ് എന്റെ ഒരു 6 വയസ്സുള്ള മോള് വയറിടിച്ച് വീണു. അതിനുശേഷം പെട്ടെന്ന് കുഞ്ഞ് അൺകോൺഷ്യസ് ആയി. അപ്പൊ ഞങ്ങൾക്ക് വളരെ സങ്കടം തോന്നി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം ഇവിടെയുള്ള ഡോക്ടേഴ്സ് നമുക്ക് ഒരു മയമില്ലാതെ സംസാരിക്കും, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് അവർ പറഞ്ഞു, ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഇല്ലാതെ ഇങ്ങനെ സംഭവിക്കില്ല. കുഞ്ഞിന് വയറിടിച്ച് വീണത് കൊണ്ട് എല്ലാ ടെസ്റ്റുകളും ഹാർട്ട് ഉൾപ്പെടെ ECG വരെ എല്ലാം ചെക്ക് ചെയ്തു. അതിനുശേഷം ഇപ്പം നമുക്ക് അപ്പം അത് കേട്ടപ്പോൾ തന്നെ സങ്കടപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ വചനം ഇടവിടാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പം അതിനുശേഷം ആ രാത്രി ഫുള്ള് കുഞ്ഞിന്റെ ഹാർട്ട് ഫുള്ള് മോണിറ്ററിങ് ചെയ്തു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അടുത്ത ദിവസം തന്നെ എൻ്റെ കുഞ്ഞ് സൗഖ്യത്തോടുകൂടി വീട്ടിലെത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ഫലമായിട്ട് ഞങ്ങള് ഒരു കുഴപ്പവും ഇല്ലാതെ അടുത്ത ദിവസം വീട്ടിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് വരുവാൻ ദൈവം സഹായിച്ചു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനർത്ഥം വിട്ടുമാറി കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഇനിയും അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യും കേട്ടോ. ആമേൻ, ആമേൻ. പറഞ്ഞു. പക്ഷെ ചിത്ര എന്ന് പറയുന്ന അത് ഞാൻ ഏറ്റെടുക്കണം. എന്നു ചോദിച്ചാൽ ആ മകളുടെ ഭർത്താവ് മരിച്ചിട്ട് ഫെബ്രുവരിയിലാണ് തോന്നുന്നു മരിച്ചത്. മൂത്ത കുഞ്ഞിന് 10ാം ക്ലാസ്സിലും രണ്ടാമത്തെ മോള് 6 വയസ്സോ 7 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. പെട്ടെന്ന് ക്യാൻസറായിട്ട് കുറെ നാൾ കിടന്നു. ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു അടക്കത്തിന്. ഇവിടെ തന്നെ UK തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ദൈവത്തോട് ഈ കുഞ്ഞിൻ്റെ ഇവിടെ തലയിൽ കൈവച്ചിട്ട് ഭാര്യയുടെ ചിത്രയെന്ന് പറയുന്ന മകളുടെ തലയിൽ ഞാൻ കൈവച്ചിട്ട് ദൈവമേ നിന്റെ മകൾക്ക് സമാധാനം കൊടുക്കട്ടെ. 10 പ്രാവശ്യം ഞാനിങ്ങനെ അവിടെ തലയിൽ കൈവച്ചിട്ട് ഞാൻ പ്രാർത്ഥിപ്പാനിടയായി. ഇന്ന് ഞാൻ അവളെ കാര്യം കുറിച്ച് അവരുടെ കൂടെ ഇപ്പുറത്ത് താമസിക്കുന്നവരോട് ഞാൻ ഇന്ന് വിളിച്ച് ഞാൻ ചോദിക്കുകയും ചെയ്തു, ചിത്ര എന്താ പറയുന്നു, സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ. അത് ഞാൻ ഏറ്റെടുക്കുന്നു ബസ്. തീർച്ചയായിട്ടും കർത്താവ് അത് വലിയൊരു പ്രവൃത്തിയിലേക്ക് കൊണ്ടുപോകും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ആമേൻ. സാക്ഷ്യം പറയാം. പറഞ്ഞു. ഞാൻ ഇന്നലെ എൻ്റെ മോന്
എൻ്റെ കൂടെ പഠിച്ച 2 പിള്ളേര് അടുത്തടുത്ത കാലത്ത് മരിച്ച്. അപ്പൊ അവൻ ഇന്നലെ ഭയങ്കര ഭയപ്പാടാന്നും പറഞ്ഞ് ഞാൻ ഇന്നലെ ബ്രദറോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഇന്നലെ അവൻ അത് കഴിഞ്ഞൊരു അരമണിക്കൂർ 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോ അവൻ അങ്ങ് ഉറങ്ങിപ്പോയിട്ട് പിന്നെ എന്നാ അവൻ ശരിക്കും പറഞ്ഞ ഒരു 7 മണി ആയപ്പോഴാ ശരിക്കും അവനെന്നാ എണിച്ചത്. അവൻ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു കൊച്ചിന്. അപ്പൊ ഞാൻ ഇന്നിപ്പോ വൈകുന്നേരം ചോദിച്ചു. അപ്പൊ ഇന്നലെ എന്നിട്ട് അവൻ ജോലിക്ക് പോയിട്ട് തിരിച്ചു പോന്നു. നൈറ്റ് ആയിരുന്നു, പെട്രോൾ പമ്പിൽ നൈറ്റ് ആയിരുന്നു. തിരിച്ചു പോന്നിട്ടാണ് അവൻ ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയത്. എന്നിട്ട് ഇപ്പം ഇന്ന് പോയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, നിനക്ക് നീ ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ബ്രദർ പ്രാർത്ഥിച്ചപ്പോ നീ ഉറങ്ങിയില്ല. ഇപ്പം എന്നോട് പറഞ്ഞു ഇന്നലെ ഉറങ്ങിപ്പോയി, ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ ഇന്നലത്തെ അത്രയും പേടി തോന്നുന്നില്ല എന്ന് പറഞ്ഞവൻ. നന്ദി കർത്താവ്, അവന്റെ മേൽ നിന്ന് ആ ഭയത്തെ കർത്താവ് ഇറക്കിവിട്ട കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഇനിയും കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. അനേർക്കൊരു അനുഗ്രഹമാക്കി തമ്പുരാൻ മാറ്റും കേട്ടോ. ബ്രദർ ഇന്ന് പറഞ്ഞ റീബ എന്ന് പറഞ്ഞ് ജൂണിൽ ജനിച്ച റീബ, അത് എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ മോളാണ്. ഞാനത് ഏറ്റെടുത്തു സിസ്റ്റർ. കർത്താവ് ജൂൺ മാസം ജനിച്ചാണോ മോള്? മോള് ജൂണിലാ ജനിച്ചത്. ഏറ്റെടുത്ത അവളുടെ മേൽ വലിയൊരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോണ്, പ്രത്യേകിച്ച് ആ ഭവനത്തിൽ കേട്ടോ. ഗോഡ് ബ്ലെസ്. ഗോഡ് ബ്ലെസ്. ബ്രദർ, അതെ, ഞാൻ സാൻഡ്രയാണ്. ഞങ്ങൾക്ക് ഒരു ഫ്രണ്ടാണ് എൻ്റെ. രണ്ടുപേരും കൂടി ഹസ്ബൻഡും വൈഫും നല്ല പ്രെയർ ചെയ്തുകൊണ്ടിരുന്നതാണ്. ബ്രദർ പ്രീച്ചിങ്ങും സിസ്റ്റർ ഇപ്പോഴും എല്ലാ തേഴ്സ്ഡേയും റൂട്ടീൻ പ്രീച്ച് ചെയ്യും. പക്ഷെ അവിടെ എന്തോ പ്രശ്നങ്ങൾ വന്ന് ഇപ്പൊ രണ്ടുപേരും മിണ്ടത്തില്ല. ഒരാൾ മേലെയും താഴെയും താമസിക്കുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ ഇന്നലെ ബ്രദർ കുറേ നാൾ എന്നെ വിളിച്ചു വന്ന് വീട്ടിൽ സംസാരിക്കണം എന്ന് പറഞ്ഞു. സിസ്റ്ററും പറഞ്ഞു വീട്ടിൽ സംസാരിക്കണം. അപ്പോൾ ബ്രദർ പറയും ഇപ്പോൾ കുടിയും വലിയൊക്കെ തുടങ്ങി, അവിടെ കുടുംബ സമാധാനം ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. ഇപ്പൊ ബ്രദറെ ഞാൻ പോകുന്നുണ്ട്, ഞാൻ എന്താ സംസാരിക്കണേ എനിക്കറിയത്തില്ല. അപ്പൊ ദൈവം ഒന്ന് അനുഗ്രഹിക്കണേ, എന്താ ദൈവവചനം പറഞ്ഞു കൊടുക്കാനോ ഒന്ന് കൂട്ടി യോജിപ്പിക്കാനോ ബ്രദറിന് വേറെ ഏതോ പ്രശ്നത്തിൽ ഏതൊരു ഈ സ്വന്തം വൈഫിന്റെ ബ്രദറിന്റെ വൈഫുമായിട്ട് അങ്ങനെയാണ് ആ കുടുംബം ഇപ്പൊ പതുക്കെ തകർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബ്രദറിന് അങ്ങനത്തെ ഒന്ന് പ്രാർത്ഥിക്കണേ. ബ്രദറൊന്ന് എന്താ പറഞ്ഞത് എനിക്കറിയത്തില്ല. അവിടെ ചെല്ലുമ്പോൾ എന്നോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പോവുകയാണ് അടുത്ത ആഴ്ചയില്. തീർച്ചയായിട്ടും കർത്താവ് അവിടെ അമിത ബലത്തോടെ ദൈവം അയക്കും. വലിയൊരു സാക്ഷ്യമായിട്ട് ദൈവം അയക്കും കേട്ടോ. ആമേൻ, 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 ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ, സാക്ഷ്യം പറയാനുണ്ടേ. പറഞ്ഞു. ഹലോ ബ്രദറെ. എന്തോ? ഞാന് ബ്രദറിനെ തൊടുപുഴയില് ഹസ്ബൻഡ് പ്രയർ മീറ്റിങ്ങിന് കാണാൻ വന്ന നേരിട്ട് കണ്ട ആളെ ബ്രദറിന് ഓർമ്മയുണ്ടോ? കൈവച്ച് പ്രാർത്ഥിച്ച ഒരു വലിയൊരു സാമ്പത്തിക വിഷയമായിട്ട് ഒരാള് കുരുക്കാൻ നോക്കിയിട്ട് പ്രാർത്ഥിക്കാൻ വിളിച്ചത് ബ്രദറിന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് സിസ്റ്റർ. അപ്പം ആ വിഷയത്തിന് ഞങ്ങൾക്ക് മെയ്യില് ഞങ്ങൾക്ക് അതിനൊരു പരിഹാരം ഉണ്ടായി. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് ഒരു പ്രയർ മീറ്റിംഗ് ഒക്കെ കൂടി ആൾക്ക് ഒത്തിരി മനസ്സിനൊരു ധൈര്യവും ഒക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് ഒരു മാസത്തോളം വീട്ടിലുണ്ടായിരുന്നു, ജോലിയൊക്കെ അന്വേഷിച്ച്. ഇന്ന് ഞാൻ ബ്രദറിനോട് ജോലിയുടെ ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഇന്ന് ജോലി കൺഫേം ആയി. ഇന്ന് അതിന്റെ ഓഫർ ലെറ്റർ കിട്ടി. അങ്ങനെ നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ജോലി, നല്ല ശമ്പളത്തോടു കൂടി ഇന്നൊരു ജോലി ഇന്ന് കൺഫർമേഷൻ ആയി. അപ്പൊ അത് വലിയൊരു സാക്ഷ്യമാണ്. 3-4 മാസമായിട്ട് ആ കുരുക്കിന്റെ വിഷയത്തിന്മേല് പല ടോർച്ചറിങ്ങും പല വിഷയങ്ങളും നടന്നത് ഞാൻ ബ്രദറിന്റെ 2 വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നിപ്പം പുള്ളിക്കാരന് എല്ലാ തരത്തിലും ഒരു നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി, ശമ്പളത്തോടു കൂടി നല്ലൊരു ജോലി കിട്ടിയതിന് ദൈവത്തിന് സ്തോത്രം. തീർച്ചയായിട്ടും മിസ്റ്റർ. കർത്താവ് ഇനിയും ഒരുക്കും. വൻകൃപകളാൽ ദൈവം നിറയ്ക്കും. ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ നമ്മൾ ഉയർച്ച തന്നെ പ്രാപിക്കും. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു ബ്രദർ. ഇന്ന് വൈകിട്ട് നടന്ന ഒരു അത്ഭുതം പറയാനാണ് വിളിച്ചത്. ഇന്ന് വൈകിട്ടാണെങ്കിൽ വീട്ടിൽ വളർത്തുന്ന നായയാണെങ്കിൽ വല്ലാതെ കുരയ്ക്കുന്നുണ്ടായിരുന്നു രാത്രി ആയപ്പോഴേ. അപ്പൊ ഞാൻ മോളോട് പറഞ്ഞു, മോളെ ഒന്ന് നോക്ക് എന്താണ്
ഗേറ്റിന്റെ അടുത്ത് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അവൾ വടക്ക് വശത്തോട്ട് ഇറങ്ങി അവിടുത്തെ ലൈറ്റ് ഇട്ടിട്ട് അവിടെ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഗേറ്റിന്റെ അടുത്തോട്ട് മാത്രമേ നോക്കുന്നുള്ളൂ. വീണ്ടും കയറി അകത്ത് വന്നു. അപ്പം ഞാനാണെങ്കിൽ പെട്ടെന്ന് വെളിയിലോട്ട് ഇറങ്ങാനായിട്ട് നോക്കി. ഞാനും മോനും കൂടെ ഇറങ്ങിയപ്പോൾ ഒരു വലിയ ഒരു പാമ്പ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അവൾ അതിൻ്റെ ആ ഭാഗത്തിൽ തന്നെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ നിമിഷം തന്നെ നടന്നത്. അത് പെട്ടെന്ന് ഞാൻ അതിനെ പെട്ടെന്ന് ഇറങ്ങി വന്ന് അതിനെ ചവിട്ടാൻ ഭാവിച്ചപ്പോഴത്തേക്ക് ഞാനിത് കണ്ടു. ഞാനും മോനും കൂടെ പെട്ടെന്ന് മാറി. അത് പെട്ടെന്ന് അങ്ങ് എഴുന്നേറ്റ് പോവുകയും ചെയ്തു. അങ്ങനെ ഒരു അത്ഭുതമായിട്ട് രക്ഷപ്പെട്ടെന്ന് പറയാം. ഒരു വലിയ ഇതായിട്ട് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും കർത്താവ് അനർത്ഥത്തെ വിട്ടൊഴിഞ്ഞു മാറ്റിയല്ലോ. ദൈവം അത്ഭുതകരമായി നടത്തിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. വലിയ സാക്ഷ്യമാക്കി കർത്താവ് മാറ്റിയല്ലോ. അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തുതിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ സമാധാനത്തോടെ അയക്കട്ടെ. വൻ കൃപകളാൽ ദൈവം നിങ്ങളെ നിറയ്ക്കും. നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. സമയം നമുക്ക് മുന്നോട്ട് പോയല്ലോ. ദൈവത്തിന്റെ അത്ഭുതകാര്യം നമ്മുടെ കൂടെ ഉണ്ടല്ലോ. നമുക്ക് നാളെ ഒരുമിച്ച് കൂടാം. ബാക്കി സാക്ഷികൾ നമുക്ക് നാളെ